ദേവസഭയുടെ മേന്മയാന സ്വഭാവം ജയജീവിയന്ത. ദൈവസഭയുടെ ശ്രേഷ്ഠ ഗുണം എന്നത് ജയജീവിതമാകുന്നു. The excellent attribute of the Church of God is the overcoming life. റോമർക്കെഴുതിന നിരൂപം 8-ാം അധികാരം 37-ാം വചനത്തെ വാസിപ്പം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം വായിക്കാം. Let's move on to Romans chapter 8 verse 37. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. Nay, in all these things we are more than conquerors through him that loved us. இவை எல்லாவற்றிலேயும் நாம் நம்மில் அன்பு கூறுகிறவராலே முற்றும் ஜெயம் கொள்ளுகிறவர்களாய் இருக்கிறோமே. മുറ്റും ജയം കൊള്ളുകയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. We are all together conquerors. ദേവസഭയുടെ മേന്മയാന സ്വഭാവം ജയജീവിയന്ത. ദൈവസഭയുടെ ശ്രേഷ്ഠ ഗുണം എന്നത് ജയജീവിതമാകുന്നു. The excellent attribute of the Church of God is the overcoming life. ജയത്തുക്കാക ദേവൻ നമ്മെ അழைത്ത. നമ്മെ വിളിച്ചത് ദൈവം ജയത്തിന് വേണ്ടിയാകുന്നു. God has called us unto victory. നമ്മുടെ യേശു ജയാളി. നമ്മുടെ യേശു ജയശാലി. Our Jesus is a conqueror. യേശു சொன்னார், நான் ஜெயித்தேன், ஆனபடியினால் நீங்களும் ஜெயிக்கல. യേശു അരുളി ചെയ്യുന്നു, ഞാൻ ജയിച്ചു, അതുകൊണ്ട് നിങ്ങൾക്കും ജയം സാധ്യം. Jesus said, I overcame and therefore you too can overcome. இந்த மாம்ச சரீரத்தில் இந்த பொல்லாத உலகத்தில் தேவ கிருபையினால் ഒരു ജയജീവിയം ചെയ്യ മുടിയും. ഈ ദുഷ്ടാലോകത്തിൽ, ഈ ജഡശരീരത്തിൽ ദൈവത്തിന്റെ കൃപയാൽ ഒരു ജയജീവിതം എന്നത് സുസാധ്യം തന്നെ. In this wicked world, in this mortal body, a victorious life is quite possible. വെളിപ്പെടുത്തൽ 2-3 അധികാരങ്ങളിൽ വാസിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങൾ നാം വായിച്ചാൽ, As we turn to the book of Revelation, chapters 2 and 3, 7 സഭകളെ കുറിച്ച് വാസിക്കുന്നു. അവിടെ നാം 7 സഭകളെ കുറിച്ച് വായിക്കുന്നുണ്ട്. there we read about 7 churches. அந்த 7 സഭകളിലും ജയം കാണപ്പെട്ടതാക നാം പാർക്കുന്നു. ആ 7 സഭകളിലും ജയം കാണപ്പെട്ടു എന്ന് വായിക്കുന്നു. It is mentioned that in all the 7 churches, victory was available. അവர்களെല്ലാം ജയജീവിയத்துக்கென்று തങ്ങളെ ഒപ്പുകൊടുത്താர்கள். അവരെല്ലാം ജയജീവിതത്തിനായി തങ്ങളെ അർപ്പണം ചെയ്തിരുന്നു. They surrendered themselves to overcoming life. കടേസിയാക ലവദോക്കിയ സഭയ്ക്ക് ചൊല്ലുമ്പോൾ ഒടുവിലായിട്ട് ലവോദിക്യ സഭയോട് പറയുമ്പോൾ, Finally, as it is advised to the church of Laodicea, 3-ാം അധികാരം 21-ാം വചനത്തിൻപടി 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ, according to chapter 3 verse 21, ജയിக்கிறവൻ എന്നോട് കൂടെ என்னுடைய சிங்காசனத்தில் இருக்க அருள் செய்வேன். ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. to him that overcometh will I grant to sit with me in my throne. ജയിക്കുന്നവൻ, The overcomer. അത് എന്ത ദേശക്കാരൻ ഭാഷക്കാരൻ എന്ന് എഴുതവില്ല. ഏത് ദേശക്കാരനെന്നോ ഭാഷക്കാരനെന്നോ അവിടെ നിർവചിച്ചിട്ടില്ല. What's the tongue, what's the nationality is not mentioned there. ജയിக்கிறവൻ யாரோ അവൻ അവൾ എന്നോട് കൂടെ என்னுடைய സിംഹാസനത്തിൽ இருக்க അരുൾ செய்வேன். ജയിക്കുന്ന വ്യക്തി താൻ ആരായിരുന്നാലും അവനോ അവളോ എന്നോടുകൂടി എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഞാൻ വരം നൽകും. Whoever is the overcomer, to him, to her, it shall be granted to be with my own throne. தேவஜனமே, ஜெயத்துக்காக தேவன் நம்மை அழைத்தபடியினால் ஜெயஜீவியத்துக்கு இந்த வேளையில் ஒன்றுகூட ஆவியாத்ம சரீரத்தை தேவகரத்தில் ஒப்படைத்து കരങ്ങളെ ഉയർത്തി கொஞ்சம் സ്തോത്രം பண்ணுவோம். ദൈവജനമേ, ദൈവം നമ്മെ ജയജീവിതത്തിനായി വിളിച്ചതുകൊണ്ട് നമ്മുടെ ദേഹം, ദേഹി, ആത്മാവിനെ ആ ജയജീവിതത്തിനായി ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരല്പസമയം സ്തോത്രം ചെയ്യാം. Beloved people of God, the Lord has called us unto overcoming life. Therefore, let us surrender body, soul and spirit to the hands of God. Lift your hands and praise unto God for a short while. സ്തോത്രം, 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 സ്തോത്രം. ആനപടിയിനാലെത്താൻ ചില വർഷങ്ങൾക്ക് മുന്നമേ തിരുവനന്തപുരത്തിലെ
ചില പരിശുദ്ധവാൻകൾ ചില പാട്ട് കെട്ടിനാറുകൾ. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പേ തിരുവനന്തപുരത്ത് ചില വിശുദ്ധന്മാർ ചില പാട്ടുകൾ രചിച്ചു. Therefore, some years ago in Trivandrum, some saints composed some songs. അതിൽ ഒരു പാട്ട് താൻ ജയമെടുത്തോർ നാം തുതിച്ചിടുവോ. അതിൽ ഒരു പാട്ടാണ് ജയമെടുത്തോർ നാം സ്തുതിച്ചിടുവോം. Among them one song is, We the Conquerors, let us praise God. 539 പാട്ട്. നമ്മുടെ സംഗീത ശുശ്രൂഷയിലെ 539 പാട്ട്. The service is Psalm, hymn number 539. ജയം എടുത്തോർ നാം തുതിച്ചിടുവോ. ജയമെടുത്തോർ നാം സ്തുതിച്ചിടുവോം. We the Conquerors, let's praise. ജയമെടുത്തവർ താൻ തുതിക്ക മുടിയും. ജയമെടുത്തവർക്ക് മാത്രമേ സ്തുതിക്കാൻ കഴിയൂ. Only the Conquerors can praise. ഇന്നേക്ക് മറ്റു സഭയാർ എപ്പടി പാടുகிறார்கள். ഇന്ന് ആ പാട്ട് മറ്റ് സഭയിലുള്ളവർ എങ്ങനെ തിരുത്തി പാടുന്നെന്ന് അറിയാമോ? In which fashion the other denominations sing this song. ദയ ലഭിച്ചോർ നാം തുതിച്ചിടുവോ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം എന്നവർ തിരുത്തി. We who got the mercy of God, let's praise God. ദയാവുക്കും ജയത്തുക്കും എவ்வளவு വ്യത്യാസം. ജയത്തിനും ദയയ്ക്കും അജഗജാന്തരമുണ്ടല്ലോ. There's an ocean of difference between victory and grace. ദയ എല്ലാവർക്കുമുണ്ട്. ദയ എല്ലാവർക്കും ലഭ്യമാണ്. All have got the grace of God. അതൊക്കെ നാം പോരാട വേണ്ടി ആവശ്യമില്ല. അതിനായിട്ട് നമ്മൾ പോരാടേണ്ട ആവശ്യമൊന്നുമില്ല. Let us not strain for the same. ജയം പെറ വേണ്ടുമാനാൽ എന്നാൽ ജയം പ്രാപിക്കണമെങ്കിൽ However, you not to overcome. അതൊക്കെ ക്രയത്തെ കൊടുക്ക വേണം. അതിനൊരു വില ചെലുത്തണം. You must pay a price. ഈസിയാക പെറ്റുകൊള്ള മുടിയാതെ. എളുപ്പത്തിലൊന്നും അത് ലഭിക്കുന്നതല്ല. You cannot get it freely. അതൊക്കെ ശരിയാക നമ്മുടെ ജീവനെ ക്രയത്തെ കൊടുത്താൻ ആകും. നമ്മുടെ ജീവനെ തന്നെ അതിനായി വിലയായി കൊടുത്തേ മതിയാകൂ. You have to pour out your life as a ransom. അനപടിനാൽ വിശ്വാസികൾ യാരും ദയ ലഭിച്ചോർ നാം തുതിച്ചിടുവോം എന്ന് പാടാതീങ്ക, ജയം എടുത്തോർ നാം തുതിച്ചിടുവോം എന്ന് പാടുവോം. അതുകൊണ്ട് വിശ്വാസികൾ ആരും ഇനിമേൽ ദയ ലഭിച്ചോർ നാം എന്ന പാട്ട് പാടരുത്. അതുള്ളതുപോലെ ജയമെടുത്തോർ നാം സ്തുതിച്ചിടുവോം എന്ന് തന്നെയാണ് പാടേണ്ടത്. Therefore, beloved believers, hereafter let us not to sing, we got the grace of God praise, rather as the original song is, we തിരുവനന്തപുരത്തിലെ are witness മസ്കറ്റ് praise. ഹോട്ടലുണ്ട്. മസ്കറ്റ് മസ്കറ്റ് ഹോട്ടൽ തിരുവനന്തപുരത്തുണ്ട്. In Trivandrum, there's a hotel named അതൊക്കെ Muscat. മുന്നാലെ ഇപ്പൊ വാട്ടർ അതോറിറ്റി ചൊല്ലി ചില ഓഫീസുകളുണ്ട്. അതിന്റെ മുൻഭാഗത്തായിട്ട് വാട്ടർ അതോറിറ്റി ഓഫീസുണ്ട്. In front of it, water authority office is functioning. അന്ധകാലത്തിൽ അതെല്ലാം വെറും കുടിശ്ശികൾ കുടിശ്ശികൾ കുടിശ്ശികൾ. അന്ന് ആ സ്ഥാനത്ത് ഓലക്കുടിലുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. In those days, only huts were there. அந்த ஒரு குடிசைய வீட்டில் இருந்து தான் ஒரு பரிசுத்தவான் அந்த பாட்டை கட்டினார். ആ ഒരു കുടിലിൽ പാർത്തുകൊണ്ട് ഒരു വിശുദ്ധൻ രചിച്ചതായ മനോഹര ഗാനമാണിത്. Abiding in one of the cottages, one of the saints composed this നമ്മുടെ ഒരു valuable பெரிய song. പാസ്റ്റർ சொன்னார். നമ്മുടെ ഒരു വലിയ പാസ്റ്റർ ഇപ്രകാരം പറഞ്ഞു. One of our prominent pastors opined, നീ ഉപവാസം എടുത്ത് രണ്ട് പാട്ട് കെട്ടിട്ട് വാ. നീ ഉപവസിച്ച് രണ്ട് പാട്ടുണ്ടാക്കിക്കൊണ്ട് വാ. you fast and compose 2 songs. ജെബിത്ത് അനപ്പിന തന്നെ പ്രാർത്ഥിച്ചയച്ചു. He was prayed off by sending. അവർ 4 പേർ പോനാർ. 4 പേർ പോയി. 4 people quit. അതിൽ ഒരുവർ കെട്ടിന പാട്ട് താൻ ജയം എടുത്തോർ നാം തുതിച്ചിടുവോം. അതിൽ ഒരു വ്യക്തി രചിച്ച ഗാനമാണ് ജയമെടുത്തോർ നാം സ്തുതിച്ചിടുവോം. Which one composed this song, We the Conquerors, let's praise God. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. എല്ലാവർക്കും ദയ ഉണ്ട്. ദയ എല്ലാവർക്കും ലഭ്യമാണ്. കൃപയും ലഭ്യമാണ്. All have the grace of God. കൃപയിനാല് വിശ്വാസത്തെ കൊണ്ട് നാം രക്ഷിക്കപ്പെട്ടു. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. By grace, through faith, we have been saved. കുരുടൻ യേശുവെ പാർത്ത്. ഒരു അന്ധൻ യേശുവിനോട്, The blind man looked unto Jesus. ആണ്ടവരേ ഇറങ്ങുമെന്ന് சொன்ன വേളയിൽ ദേവൻ ഇറങ്ങിന. കർത്താവെ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിച്ച മാത്രയിൽ കർത്താവ് അവനോട് കരുണ കാണിച്ചു. He prayed, Oh God, have mercy upon me. The same moment, God did it. ആണ്ടവരേ എന്നെ രക്ഷിയുമെന്ന് ചൊല്ലുമ്പോൾ അവർ രക്ഷിപ്പ. കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചാൽ കർത്താവ് തീർച്ചയായും രക്ഷിക്കും. As soon as we cry to the Lord, Oh Lord, save me, indeed, He will save us. ஆனால் പക്ഷേ However, எனக்கு ஜெயம் தாரும் சொன்ன உடனே ஜெயம் ஒன்றும் கிடைக்காது. എനിക്ക് ജയം തരണമെന്ന് ചോദിച്ചാൽ ഉടനെ ആ ജയം എടുത്ത് തരുന്നില്ല. Oh Lord, command me victory, immediately it's not responded. நீ போராடணும்.
അതിന് പക്ഷേ നീ പൊരുതണം. for which you have to wage a battle. സ്പോർട്സിൽ പാർக்கிறோമേ, നാം കായിക രംഗത്ത് കാണുന്നുണ്ടല്ലോ, We observe the sports field. പോരാടി പോരാടി താൻ ജയത്തെ പെറ്റുകൊള്ളുക. അവർ എത്രയോ മത്സരിച്ച് പോരാടിയാണ് ആ വിരുദ് ജയം നേടുന്നത്. Many people strive, compete, fight, win the prize. படிக்கிற பிள்ளைகளை பாருங்க, படிக்கிற- எவ்வளவும் போராடி போராடி தான் ஜெயத்தை பெற்று. വിദ്യാർത്ഥികളെ നോക്കുക, അവരെന്തുമാത്രം പൊരുതിയാണ് ജയം നേടുന്നത്. Observe the children who pursue education. They too wage battle and win victory. போராடாவிட்டால் ஜெயத்தை பெற்றுக்கொள்ள முடியாது. പൊരുതാത്തവന് ജയം ലഭ്യമല്ല. If there is no fight, no victory at all. ஆண்டவரே எனக்கு ஜெயத்தை தாரு என்று நீ ஜெபித்தால் ஒன்றும் ஜெயம் கிடைக்காது. കർത്താവേ എനിക്ക് ജയം തരണമെന്ന് ചോദിക്കുമ്പോൾ ഉടനെ നിനക്ക് ജയം ലഭിക്കുന്നില്ല. If you prayed unto God, oh God, give me victory, immediately it's not to give. ஆனபடியினால் தான் ஆண்டவர் சொன்னார், അതുകൊണ്ടാണ് കർത്താവ് അരുളി ചെയ്യുന്നത്, That's why the Lord himself has stated, விசுவாசத்தின் நல்ல போராட்டத்தை போராடு, நித்திய ஜீவனை பற்றிக்கொள், அதற்காக நீ அழைக்கப்பட்டாய். വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായിട്ടല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. do the good fight of faith, hold fast to hold faith, therefore for which you have been called. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the name of God. ஆகையால் இந்த கன்வென்ஷனிலும் மேலும் நாம் எல்லோரும் ஜெயாளிகளாக மாற்றப்பட வேண்டும். ആകയാൽ ഈ കൺവെൻഷൻ നിമിത്തമായി തുടർന്ന് നാം എല്ലാവരും ജയാളികളായി മാറണം. Therefore, through this convention, we all should become conquerors. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. முற்றும் ஜெயம் கொள்ளுகிறோம். പൂർണ്ണ ജയം പ്രാപിക്കുന്നു. All together victory. எல்லா விஷயத்திலும் ஜெயத்தை பெற்றுக்கொள்ளும். സകല മേഖലയിലും ജയം പ്രാപിക്കുന്നു. In every aspect there is victory. அதுக்கேற்ற பிரமாணங்கள் தேவன் தந்திருக்கிறார். അതിനേറ്റതായ ഉപദേശ പ്രമാണങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. The Lord has granted us the required doctrines. ரோமர் 8 அதிகாரம் என்று சொல்லும் போது റോമർക്ക് എഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായം എന്ന് പറയുമ്പോൾ Romans chapter 8 is அது ஆவியின் பிரமாணங்களை குறித்து எழுதுகிற ஒரு அதிகாரம். ആത്മാവിന്റെ പ്രമാണങ്ങൾ പരാമർശിക്കുന്ന ഒരു അധ്യായമാണത്. a chapter that speaks about the spiritual doctrines. ஆவியின் பிரமாணங்கள் 7. ആത്മാവിന്റെ പ്രമാണം 7. The spiritual doctrines are 7. 8 அதிகாரம் 1 வசனம், 8-ാം അധ്യായം 1-ാം വാക്യം. Chapter 8, the first verse. ஆவியில் நடப்பது. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. Walking according to the Spirit. இரண்டாவது பிரமாணம் 8:6. രണ്ടാമത്തെ പ്രമാണം 8-ന്റെ 6. Second law mentioned in chapter 8, verse 6. ஆவியில் சிந்திப்பது. ആത്മാവിന്റെ ചിന്ത. Spiritually minded. மூன்றாவது பிரமாணம் മൂന്നാമത്തെ പ്രമാണം Third law, ஆவியினால் உயிர்ப்பிக்கப்படுவது. ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെടുക. being raised in the Spirit. 9 வசனத்தில் வாசிக்கும். 9-ാം വാക്യം. It's mentioned in verse 9. ഇനി 12-13 വസനങ്ങളിൽ വാസിക്കുമ്പോൾ ആവിയിനാൽ ശരീരത്തിൻ ചെയ്കകളെ അഴിക്ക വേണ്ടും. 12-13 വാക്യങ്ങളിൽ അടുത്തത് കാണുന്നുണ്ട്, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. Verses 12 and 13 speak about the mortification of the work of the Spirit flesh. 8-ാം അധികാരം 14-ാം വസനത്തിൻപടി ആവിയിനാൽ നടത്തപ്പെടുவது. 8-ന്റെ 14 വായിക്കുമ്പോൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നു. 8-14 being led by the Spirit. 8-ാം അധികാരം 26-ാം വസനത്തിൽ വാസിக்கிறோம். 8-ന്റെ 26-ാം വാക്യത്തിൽ വായിക്കുന്നു, 8 verse 26. ആവിയിനാൽ മറ്റുള്ളവർക്കാக ജപിയുங்கள். ആത്മാവിനാൽ മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുക. Make intercession by the Spirit. 27-ാം വസനത്തിൽ 7-ാമത് പ്രമാണം. 27-ാം വാക്യത്തിൽ 7-ാമത്തെ പ്രമാണം. Seventh law is mentioned in verse 27. ആവിയിനാൽ വേണ്ടുതൽ ജപം செய்வது. ആത്മാവിനാൽ പക്ഷപാതം ചെയ്യുക. Make intercession by the Spirit. இந்த பிரமாணத்தின்படி நீ ஜீவித்தால், ഈ പ്രമാണങ്ങൾക്ക് അനുസൃതമായി നീ ജീവിച്ചാൽ If you hold fast to these laws, நீ ஜெயத்தை பெற்றுக்கொள்ளலாம். നീ ജയം പ്രാപിക്കും. you can become a conqueror. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. அப்போ அதனால தான் கலாத்தியர் 5-ാം അധികാരം 16-17 വസനങ്ങളെ വാസിക്കും പോത് അതുകൊണ്ടാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ Wherefore, when we come to Galatians chapter 5, verses 16 and 17, ஆவிக்கேற்றபடி நடந்து கொள்ளுங்கள், அப்பொழுது மாம்ச இச்சையை நிறைவேற்றாமல் இருப்பீர்கள். ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിന്റെ അഭിലാഷങ്ങളെ നിറവേറ്റുകയില്ല. walk in the Spirit, then ye shall not fulfill the lust of the flesh. ஆவிக்கேற்றபடி நடந்து கொள்ளுங்கள். ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ നടക്കുവിൻ. Walk according to the Spirit. பிரமாணத்தின்படி ஜீவித்தால் ஜெயஜீவியம் மிகவும் எளிமையானது.
പ്രമാണപ്രകാരം ജീവിക്കുന്നവർക്ക് ജയജീവിതം സുലഭം. If you exercise this law in your life, victorious life is quite possible. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. ട്രെയിനുക്ക് പ്രമാണമുണ്ട്. തീവണ്ടിക്ക് അതിന്റെ പ്രമാണമുണ്ട്. The train has got its own law. 2 തണ്ടവാളം, 2 പാളം, 2 rails. അകലം 1.25 മീറ്റർ. ബ്രോഡ്വേ വീതി എന്ന് പറയുന്നത് 1.25 മീറ്റർ. അത് ബ്രോഡ്വേക്കുള്ള വീതിയാണ്. Broadway, the width is 1.25 quarter meters. മുന്തി മീറ്റർ ഗേജ് ഇരുന്നത് 1 മീറ്റർ. മുൻകാലങ്ങളിൽ മീറ്റർ ഗേജ് ആയിരുന്നു, അതിന്റെ വീതി 1 മീറ്റർ. Formerly meter gauge was there, the width was അപ്പോ 1 meter. அந்த അകലം എങ്ങു പോനാലും മാറക്കൂടാ. ഈ വ്യത്യാസം, പാളങ്ങൾ തമ്മിലുള്ള ഈ അകൽച്ച, അത് എവിടെ പോയാലും മാറ്റമില്ലാതെ തുടരണം. This distance throughout the journey, it's the same. அப்படி இருந்தால் அந்த ட்ரெயின் துவக்கத்தில் இருந்த சந்தோஷத்தில் முடிவு வரைக்கும் பயணம் செய்து ஜெயத்துடன் பயணத்தை முடிக்கலாம். അങ്ങനെയെങ്കിൽ ഈ തീവണ്ടി താൻ ആരംഭിച്ചതായ യാത്രയെ അതേ സന്തോഷത്തോടുകൂടെ തുടർന്ന് ജയത്തോടുകൂടെ പര്യവസാനിപ്പിക്കും. If that being so, from the boarding point to the destination, this train shall successfully carry out the journey. ദേവൻ നമുക്ക് ആവിയിൻ പ്രമാണങ്ങൾ തന്നിരിക്കുന്നത്. സമാനമായ നിലയിലാണ് ദൈവം നമുക്ക് ആത്മീക പ്രമാണങ്ങൾ തന്നിട്ടുള്ളത്. So also the Lord has granted us spiritual അപ്പോസ്തലിക laws. ഉപദേശങ്ങളും തന്നിരിക്കുന്നത്. അപ്പോസ്തലിക ഉപദേശങ്ങൾ തന്നിരിക്കുന്നു. God has given us അതിൻപടി apostolic നാം doctrines. ജീവിച്ചാൽ, അതിനൊത്തവണ്ണം നാം ജീവിക്കുന്നെങ്കിൽ, If we follow the same, ലേസാക ജീവിക്ക മുടിയാതെ. അത് ജീവിക്കുന്നത് എളുപ്പമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. don't think that that can be done easily. ദൈവിക സുഖം, ദൈവിക രോഗശാന്തി, Divine healing, ക്രിസ്തുവുക്കാக പാടുപെടുவது, ക്രിസ്തുവിനായി കഷ്ടം സഹിക്കുക, suffer for the sake of Christ, വിശ്വാസ ജീവിതം, വിശ്വാസ ജീവിതം നയിക്കുക, faith life, കടൻ വാങ്ങാமல் ജീവിപ്പത്. കടം വാങ്ങാതെയുള്ള ജീവിതം, leading a life without കടൻ borrowing. വാങ്ങാமல் ജീവിக்கிறவங்க കരങ്ങളെ ഉയർത്ത சொன்ன എത്ര പേരുടെ കരം തലയ്ക്ക് മേലെ വരും. കടം വാങ്ങാതെ ജീവിക്കുന്നവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ എത്ര പേർ ജീവിക്கிறாங்க. ചിലരൊക്കെ ഉണ്ടെങ്കിലും എത്ര പേർ ധൈര്യത്തോടെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ട, കഴിയും? ഉയർത്ത വേണ്ട. Those who live with that borrowing, if you ask you to lift your hands, how many will lift up your hands? ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ഒരു പൈസ കടൻ ഇല്ലാமல் இந்த பூமியில் குடும்ப வாழ்க்கையை நடத்தலாம். உன் பிள்ளையை படிக்க வைக்கலாம், உன் பிள்ளையை கல்யாணம் பண்ணி கொடுக்கலாம், നീ വീട് കെട്ടലാം, എല്ലാം ചെയ്യലാം, കടനേ ഇരാത്. ഒരു നയാ പൈസയുടെ കടം പോലും ഇല്ലാത്ത നിലയിൽ കുടുംബജീവിതം നയിക്കാം, വീട് വെക്കാം, മക്കളെ പഠിപ്പിക്കാം, അവരെ വിവാഹം കഴിപ്പിക്കാം. കടമില്ലാത്ത ഒരു ജീവിതം നിനക്ക് സാധ്യമാണ്. Without the debt of even a penny, you can educate your children, you can conduct the marriage of your children, you can build your houses, anything can be done. ഉന്നെ ഞാൻ വാലാക്കാமல் തലയാക്കുവൻ, നീ കീഴാകാமல் മേലാവായ്, നീ കടനെ വാങ്ങാമൽ കടനെ കൊടുപ്പാൻ. ഞാൻ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കുകയില്ല. നീ വായ്പ വാങ്ങുകയില്ല, നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും. I'll make you the head, not the tail. You will never borrow, you will lend, you will never be abased, you will be lifted up. എൻ്റെ അറിവിൻപടി എത്രയോ എത്രയോ പേർ കടനിൽ മുഴുകിനവங்க, ചിലർ தற்கொலை செய்ய போனவங்க. ஆனால் அப்படிப்பட்ட அந்த நிர்பந்தமான நிலைமையில் இருந்து விடுதலையை பெற்று தற்கொலை செய்யாமல் தேவனுடைய வசனத்தை ஏற்றுக்கொண்டு பிரமாணத்தின்படி ஜீவித்தபடியினால் இன்றைக்கு அவர்கள் கோடீஸ்வரராக ജീവിக்கிறார்கள். എനിക്ക് എത്രയോ പേരെ അറിയാം, കടക്കണിയിൽ വല്ലാതെ മുങ്ങിത്താണ് ഒടുവിൽ നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്താലോ എന്നുവരെ ചിന്തിച്ചവർ. പിന്നീട് അവർ ദൈവവചനത്തെ സ്വീകരിച്ച് ആ പ്രമാണപ്രകാരം ജീവിച്ച് കടക്കണിയിൽ നിന്നെല്ലാം വിടുവിക്കപ്പെട്ട് അവർ കോടീശ്വരന്മാരായി മാറിയത് എനിക്കറിയാം. I know the cases of many people who got plunged into bankruptcy. There was no alternative. They were at the point of suicide. Thereafter, they sought the Lord. They praised the Lord. They relieved of the bankruptcy. They had become millionaires now. നീ ജയാളിയായി ജീവിക്കുമ്പോൾ ഉനക്ക് തേവയാണ് എല്ലാവറ്റേയും ദേവൻ തന്തരുളുക. നീ ഒരു ജയശാലിയായി ജീവിക്കുമ്പോൾ നിന്റെ ആവശ്യങ്ങളെല്ലാം നിന്റെ ദൈവം നിനക്ക് പൂർത്തീകരിച്ചു തരും. As you accomplish and overcome your life, the Lord is able to fulfill all your needs. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. அப்படி ஜெயஜீவியம் செய்ய வேண்டுமானால் ഇങ്ങനെ ഒരു ജയജീവിതം നയിക്കണമെങ്കിൽ Thus, in order to accomplish such முதலாவது an overcoming இந்த life, பிரமாணத்தின்படி ஜீவிக்கணும். ആദ്യമായിട്ട് ഈ പ്രമാണപ്രകാരം ജീവിക്കുക. fundamentally, you must hold fast these laws. ஒன்று
8-ാം അധികാരം 1-ാം വചനത്തിൽ ആവിയിൽ നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. 8-ാം അധ്യായം 1-ാം വാക്യപ്രകാരം. Chapter 8, the first verse says, walk according to the രണ്ടാമത് Spirit. ആവിയിൽ ചിന്തയുള്ളവരാകെ മാറ്റപ്പെടും. രണ്ടാമതായി ആത്മാവിന്റെ ചിന്തയുള്ളവരായി മാറുക. Secondly, be spiritually minded. உன்னுடைய சிந்தையெல்லாம் எப்படி இருக்கிறது? നിന്റെ ചിന്ത ഏത് നിലയിലാണ് കാണപ്പെടുന്നത്? What about the state of your mind? അന്യ ചിന്തകൾ വരാமல் ആവിയിൽ ചിന്തയിൽ നാം ജീവിക്കാൻ முடியும். അന്യമായ ചിന്തകൾക്ക് ഇടം കൊടുക്കാതെ ആത്മാവിന്റെ ചിന്തയിൽ നാം ജീവിക്കണം. Without giving room for strange thoughts, ചില without keep ourselves in the ചില spiritual thoughts. സന്ദർഭ സൂഴ്நிலைയിൽ ചില ബലവീനങ്ങൾ തോൽവികൾ വരലാം. ചില സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിൽ ദൗർബല്യങ്ങളോ തോൽവികളോ വന്നേക്കാം. In certain contexts and situations, sometimes failures and weaknesses സോർന്ന് might come. പോകാതെ. എന്നാലും മടുത്തു പോകരുത്. Be not dismayed. 1 യോവാൻ 1-ാം അധികാരം 8-9 വചനങ്ങളെ വാസിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിച്ചാൽ, Coming to 1 John chapter 1, verses 8 and 9. எனக்குள் பாபமில்லை என்பவானால் உன்னை நீயே வஞ்சிக்கிறாய். உன் பாபங்களை அறிக்கையிட்டால் அவகளை மன்னிக்க நான் உண்மையும் നീതിയുമുള്ള ദേവനായിരിക്കും. നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിലോ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. If we say that we have no sin, indeed we are deceiving ourselves. On the contrary, if we confess our sins unto the Lord is faithful just not to cleanse and forgive all our sins. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to the Lord. അതിനാലത്താൻ ഞാൻ അടിക്കടി ചൊല്ലുന്നത് പോലെ, ഞാൻ കൂടെ കൂടെ പറയുന്നത് പോലെ, That's why often I would say, இன்னைக்கு சின்ன சின்ன பிள்ளைகளும் கூட அந்த ஸ்தோத்திர பலியை ஏறெடுத்து அவருடைய ஸ்கூல் பரீட்சையிலும் அவருடைய ஃபீஸுக்கும் அவருடைய எல்லா காரியத்துக்கும் പെറ്റോറുകൾക്ക് ഒരു കഷ്ടത്തെ കൊടുക്കാமல் ചിന്ന കുളന്തകൾ ജീവിക്കാറ്. ഇന്ന് കൊച്ചു കുട്ടികൾ പോലും മാതാപിതാക്കൾക്ക് ഒരു പ്രയാസം വരുത്താതെ അവരുടെ വിദ്യാഭ്യാസത്തിനേറ്റതായ ഫീസായാലും പരീക്ഷയുടെ ജയമായാലും അവർ സ്തോത്രം ചെയ്ത് ജയമെടുത്ത് അവർ കാര്യങ്ങളെ കണ്ണേടുന്നു. today even small children, without giving any trouble to their parents with regard to the education or even to the faith, they praise God, fulfill all their needs. അതാ റോമർ 8:26. റോമർ 8:26 പ്രമാണമാണത്. That is what is mentioned in Romans chapter 8, verse 26. ആവിയിൽ ജോമുണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. As you pray, do it in ആവിയിൽ prayer. സ്തോത്രമുണ്ടത്. ആത്മാവിൽ സ്തോത്രം ചെയ്യുക. As you praise, do it in the spirit. ഇന്നും പ്രശ്നങ്ങൾ പെരുകുമെന്ന് നിങ്ങൾക്ക് തെരിയും. പ്രശ്നങ്ങൾ ഇനി വർദ്ധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. We know that the problems are going to multiply. ഇപ്പൊ കൊറോണ വന്നു വിട്ടത്. ഒരു കൊറോണ വന്നു പിടിച്ചു. Now, Corona makes its onslaught. ഇനി ഫോട്ടോസ്ഫിയർ എപ്പം വരുമോ തെരിയാ. ഇനി ഫോട്ടോസ്ഫിയർ എപ്പോൾ വരുമോ? We don't know when will this photosphere കൊറോണ appear. എന്ന് കൊറോണ എന്താണ്? What is this corona? ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. Photosphere, chromosphere and corona. അതിന്റെ അർത്ഥം എന്ന അർത്ഥം എനിക്ക് തെരിയും. ഞാൻ കൊടുക്കുന്ന അർത്ഥം ഇത് തന്നെ. അതിന്റെ അർത്ഥം എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഞാൻ കൊടുക്കുന്ന അർത്ഥം ഇതാണ്. I do not know the real meaning, but this is the meaning I attribute. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. ഇതേപോലെ ഇനി അനേക പ്രശ്നങ്ങൾ വരും. ഇതുപോലെ ഇനിയും പല പ്രശ്നങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. Even so, many problems are impending. ഭയപ്പെടാതെ. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട. Fear not. നിന്റെ വീട് ജപത്തിൻ വീടായിരുന്നാൽ, സ്തോത്രത്തിൻ വീടായിരുന്നാൽ, നീ ആവിക്കുള്ള ഇരുന്നാൽ, ആവിയിനാൽ ശരീരത്തിൻ ചെയ്തികളെ മരിപ്പിച്ച് ആവിയിനാൽ ഉയർപ്പിക്കപ്പെട്ട് നീ ആവിയിൽ കാണപ്പെട്ടാൽ എന്ത വല്ലമയും വறுமையின் വല്ലമേ, വ്യാധിயின் വല്ലമേ, പാപത്തിൻ വല്ലമേ, അന്ധകാരത്തിൻ വല്ലമേ, പാതാളത്തിൻ വല്ലമേ ഉന്നെ താക്കവേ താക്കാതെ. അതെ, നിന്റെ വീട് ഒരു പ്രാർത്ഥനാ വീടായിരുന്നാൽ, സ്തോത്രത്തിന്റെ വീടായിരുന്നാൽ, നീ ആത്മാവിൽ നടന്നാൽ, നീ ആത്മാവിൽ നടന്ന് ശരീരത്തിന്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ നീ മരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് പാപത്തിന്റെ ശക്തിയോ രോഗത്തിന്റെ ശക്തിയോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ ശക്തിയോ നിന്റെ കുടുംബത്തെ ആക്രമിക്കാൻ സാധ്യമല്ല. If your house remains a house of praising, thanksgiving unto the Lord, prayer, to keep yourself in the spirit of God, by the spirit mortify all the works of the flesh, there no more power of sin, sickness, curse, you'll be a house shall be പല between. വീടുകൾക്ക് വിരോധமாக ശത്രുക്കൾ പല മന്ത്രം ചെയ്താർ. നമ്മുടെ പലരുടെയും വീടുകൾക്ക് വിരോധമായിട്ട് ശത്രുക്കൾ പല ആഭിചാരങ്ങൾ ചെയ്തു. Against many houses, people just ഒരു play മന്ത്രം witchcraft. മുട്ടയെ കൊണ്ടുവന്ന് വയ്ത്താൽ. ഒന്ന് മുട്ട ഉപയോഗിക്കുന്ന മുട്ടക്കൂടോത്രമാണ്. In one spell, an egg was kept. വിശ്വാസി ആ മുട്ട വീട്ടുവാസിൽ കിടക്കുന്ന ഒരു മുട്ട, കോഴിമുട്ട.
വിശ്വാസിയുടെ വീട് വാതിൽക്കൽ ഒരു കോഴിമുട്ട. An egg was kept at the threshold of a believer. അവരത് എടുത്ത് അവിച്ച് സ്തോത്രം പണി സാപ്പിട്ടത്. താനത് പുഴുങ്ങി സ്തോത്രം പറഞ്ഞു വിഴുങ്ങി. He took it, boiled it, praised the Lord and had it. ആണ്ടവരേ, ഏലിയാവെ പോഷിച്ച ദേവൻ മുട്ടയിനാൽ എന്നെ പോഷിച്ച് നാളേക്കും ഒരു മുട്ട വരണം. ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവമേ, എനിക്ക് ഇന്നൊരു മുട്ട കിട്ടി, നാളെയും കിട്ടണമേ. He thanked God, the Lord who fed Elijah, today he fed on me, give me tomorrow also. ആരോഗ്യവാനാക ഉയിരോടെ ഇരിക്കുക. തനിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല, വളരെ ആരോഗ്യത്തോടെ ഇന്നും ജീവിച്ചിരിക്കുന്നു. He was not at all harmed, still he remains hale and hearty. ഇനി ഒരുവന്റെ വീട്ടുക്ക് മുന്നാലെ ലൈം കൊണ്ടുവന്ന് വയ്ത്താങ്ക. അതിൽ കൊഞ്ചം കർപ്പൂര എല്ലാം ഇരുന്നത്. ഒരു വ്യക്തിയുടെ വീടിന് മുൻപാകെ ഒരു ചെറുനാരക കൊണ്ടുവച്ചു, അതിൽ അല്പം കർപ്പൂരമൊക്കെ ഉണ്ടായിരുന്നു. A lime smeared with a camphor was kept before the door of another person. അവർ മനവിക്ക് சொல்லவில்லை. തന്റെ ഭാര്യയോട് പറഞ്ഞില്ല. He did not inform this to his wife. കാരണം മനവി കൊഞ്ചം ബലവീനന്ത. ഭാര്യ അല്പം ദുർബലയാണ്. Because wife was weak-minded. ആണ്ടവരെ சொன்னார், സ്ത്രീകൾ ബലവീന പാണ്ഡം. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ത്രീജനം ബലഹീന പാത്രം. The Lord himself said that women are weak vessels. ഭയപ്പെടുമെന്ന് നിனைத்து താൻ പേടിക്കുമെന്ന് കരുതിയിട്ട് On the ground that she would be frightened, പറഞ്ഞില്ല. അവൾ they നല്ല did not inform her. അത് ആ ചെറുനാരങ്ങ നന്നായി കഴുകി He washed that lemon, മനവി கிட்ட சொன்னாங்க, ഭാര്യയോട് പറഞ്ഞു, told his wife, உடம்பெல்லாம் ரொம்ப சூடா இருக்கு, நான் ஒரு லைன் வாங்கிட்டு வந்துடுறேன், கொஞ்சம் அது வெட்டி ലൈൻ പൊട്ട്. ശരീരം വല്ലാതെ ചൂടായിരിക്കുന്നു, ഒരു ചെറുനാരങ്ങ മേടിച്ചു, അതൊന്ന് മുറിച്ച് എനിക്കൊരു നാരങ്ങ പിഴിഞ്ഞു കൊണ്ടുപോവാ. temperature is so high, I bought a line, come on, make it juice. தெரியாது, ഭാര്യയ്ക്ക് കാര്യമറിയില്ല. She doesn't understand the truth. അത് സാപ്പിട്ട. താൻ ആ നാരങ്ങാ വെള്ളം കുടിച്ചു. He had that lime juice. ഒരു പ്രശ്നയുമില്ല, തനിക്കൊരു കുഴപ്പവുമില്ല. No problem at all. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. ഇനി ഒരു വിശ്വാസ വീട്ടുക്ക് ഒരു വിശ്വാസിയുടെ വീട്ടുക്ക് വിരോധമാകെ വേറൊരു വിശ്വാസിയുടെ വീടിന് വിരോധമായി Against another faith home. ഇவ்வளവും തണ്ണീരിൽ മന്ത്രവാദി ഇറങ്ങി നിன்று ഒരു മന്ത്രവാദി നെഞ്ചോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നു. The magician plunged up to his chest level water. മുഴുവതും രാത്രി മുഴുവൻ Throughout the night, മന്ത്രം ചെയ്തുകൊണ്ടേയിരുന്നു. താൻ ക്ഷുദ്രപ്രയോഗം he നടത്തിക്കൊണ്ടിരുന്നു. was spelling the charm. പിശാസു വന്ന ദുരാത്മാവ് വന്നു, Evil spirit മൈ came in. കൊടുത്ത മൈ ആ മഷി കൊടുത്തു. He gave the ink. അവരുടെ വീട് ഒരു പാവപ്പെട്ട വീട്, കുടിസിയ വീട്. എന്നാൽ ആർക്ക് വിരോധമായി മന്ത്രവിവാദം ചെയ്തുവോ ആ വ്യക്തി ഒരു ദരിദ്രനാണ്, ഒരു ചെറ്റക്കുടിലിൽ പാർക്കുന്ന വ്യക്തിയാണ്. കുടിസിയ He was a poor person dwelling in a cottage. അതൊരു വിഷയത്തുക്കാകും. ഒരു പ്രത്യേക കാര്യം. ഏற்கனவே കൊട്ടാരക്കരയിൽ சொன்ன விஷயங்கள் தான். ഞാൻ മുൻപേ കൊട്ടാരക്കരയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. It's for an important matter. I have Anna. narrated this at Kottarakara. അവർ നല്ല ജപം പണുവാ. പക്ഷേ താനൊരു പ്രാർത്ഥനാവീരനായിരുന്നു. But he was a warrior of faith. അവരുടെ കുടുംബ ജപം 2 മണി നേരം. തന്റെ കുടുംബ പ്രാർത്ഥന 2 മണിക്കൂർ നീളും. They would spend 2 hours in family prayer. പാട്ട് പാടി, പാട്ട് പാടിയിട്ട് They would sing ആവിയിൽ songs, നിറമ്പി, ആത്മാവിൽ നിറഞ്ഞിട്ട് be filled in the spirit, ദീർഘദർശനം ചൊല്ലി, പ്രവചനം പറയും. talk prophecy. அந்த തകപ്പനാർ ചില ആലോചനകളെ ചൊല്ലി, അപ്പൻ ചില പ്രബോധനങ്ങൾ നൽകും. Father would share counsels. പിള്ളകളെല്ലാം 3 പിള്ളകൾ എളുമ്പി പാപാരിക്ക ചെയ്യും. മക്കൾ എഴുന്നേറ്റ്, 3 മക്കളാണ്, പാപങ്ങൾ ഏറ്റുപറയും. 3 children, they would make ഇത് confession. അവരുടെ റൊട്ടീൻ. ഇതാണ് അവരുടെ പതിവ്. This was a habitual action. അവരുടെ ആ കുടുംബത്തിക്ക് വിരോധமாக ഒരുത്തൻ മന്ത്രം ചെയ്ത. ഈ കുടുംബത്തിനെതിരായിട്ടാണ് ഒരു വ്യക്തി മന്ത്രവാദം ചെയ്തത്. Against which a person applied a charm. ഇவ்வளവും തണ്ണീരിൽ அந்த മന്ത്രവാദി നിന്നുകൊണ്ട് നെഞ്ചളവ് വെള്ളത്തിൽ താൻ ഇറങ്ങി നിന്നു. കടസിൽ The magician stood up to the chest level water. அந்த பிசாசு வண்டாக மாறிவிட்டது. പിശാച് ഒരു വണ്ടിന്റെ രൂപമെടുത്തു. They were disguised as a beetle. உங்களோட வீட்டுக்குள்ள தலைக்கு மேல வண்டெல்லாம் பறக்குது இல்லையா? നിങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് ചുറ്റിലും വണ്ടുകൾ പറക്കാറില്ലേ? The battle is flying over your head. அதுதான் விஷயம். അതാ കാര്യം. That's the problem. வண்டு, ഒരു ചെറുവണ്ട്, Beetle. இந்த வண்டுக்கு இந்த குடிசிய வீடு തന്നെ ஓலையெல்லாம் போய் கிடக்குது. ഒരു ചെറ്റക്കുടിലാണ്, പാവപ്പെട്ട കുടുംബം. ഒരു പാവപ്പെട്ട വീട്. அந்த வீட்டுக்குள்ள நுழைய முடிகிறதில்ல. ഈ ചെറ്റപ്പരയ്ക്കകത്ത് കടക്കാൻ ഈ വണ്ടാകുന്ന ദുരാത്മാവിന് സാധിക്കുന്നില്ല. Touched, dilapidated house. This beetle is not able to enter there. மூன்றாவது பிசாசு. മൂന്നാമത്തെ പിശാച്. The third demon. அனுப்பியாச்சு, 2 അനുപ്പിയാച്ച്, 3. ഒന്നിന് പിറകെ ഒന്നായിട്ട് 3 അയച്ചു. മൂന്നാമത്തെ പിശാച്. One after another, the third one is sick now. என்ன எங்க அனுப்புற?
മന്ത്രവാദിയോട് ചോദിച്ചു, നീ എന്നെ എങ്ങോട്ടാ വിട്ടത്? He asked the magician, அந்த where did you வீடு send me? நெருப்பினால் எரியுது, ആ വീടിന് ചുറ്റിലും തീയാളി കത്തുന്നു. That house is filled with the fire. எனக்கு உள்ள போக முடியவில்லை. എനിക്ക് അങ്ങോട്ട് കടക്കാൻ സാധിക്കുന്നില്ല. I'm not able to enter அந்த the... பிசாசு மந்திரவாதிக்கு ஒரு அடி, ആ പിശാച് മന്ത്രവാദിക്ക് ഒരടി കൊടുത്തു. That devil smote the அவருடைய magician. மனைவி வயர் வெடித்து சத்து போச்சு. ആ മന്ത്രവാദിയുടെ ഭാര്യ കുടല് പൊട്ടിച്ചത്തു. His wife blasted the belly and passed away. மந்திரவாதியோ தற்கொலையே செய்தான். മന്ത്രവാദി ആത്മഹത്യ ചെയ്തു. The magician committed suicide. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. மந்திரவாதியோட பையன் ரட்சிக்கப்பட்டான் பின் വളരെ വർഷങ്ങൾക്ക് പിറகு. പിൽക്കാലത്ത് ആ മന്ത്രവാദിയുടെ മകൻ രക്ഷിക്കപ്പെട്ടു. After many days, the son of the അവൻ magician got ഊഴിയத்துக்கு saved. വந்தான். താൻ ശുശ്രൂഷയ്ക്ക് വന്നു. He stepped out to do the ministry. എന്നോട് കൂടെ ഈറോഡിലെ എനിക്ക് അസിസ്റ്റന്റ് ആയി ഊഴിയം ചെയ്താൽ അവന്റെ പേര് വിക്ടർ ജോസഫ്. ഈറോഡിൽ എന്റെ കൂടെ സഹായിയായി താൻ വേല ചെയ്തു. തന്റെ പേര് വിക്ടർ ജോസഫ്. His name is Victor Joseph. He was serving under the Lord at Herod with me as an assistant. താനാണ് ഈ സംഭവങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. He narrated this whole episode. നിനക്ക് വിരോധமாக எழும்புகிற எந்த ஆயுதமும் வாய்க்காமல் போய்விடும் என்று விசுவாசமுள்ளவங்கள் கரங்களை உயர்த்தி சத்தமாக நமது தேவாதி தேவனுக்கு ஒரு அல்லேலூயா சொல்லுவோமாக. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. It is a promise of God. Any weapon that works against you shall not prosper. பயப்படாதீங்க, പേടിക്കണ്ട. Fear not. நீ ஒருவேளை பல பிரச்சனையில், பாரத்தில், கஷ்டத்தில், வேதனையில், സമാധാനമില്ലാமல் നിമ്മതിയില്ലാത്ത നിലവാരത്തിൽ കാണക്കൂടും. പല പ്രശ്നങ്ങളിലും കഷ്ടങ്ങളിലും ഒക്കെ നീ കുടുങ്ങിയിട്ട് സ്വസ്ഥതയോ സമാധാനമോ ഇല്ലാതെ നീ കാണപ്പെട്ടേക്കാം. Being beset with trials, temptation, problems, you may be without peace and rest അതൊരു in your പക്കം life. ഇരിക്കട്ടെ. അതവിടെ ഇരിക്കട്ടെ. Let it remain there on one side. ഉന്നെ ദേവൻ എതുക്കാക അഴൈത്താർ? ദൈവം നിന്നെ എന്തിനാണ് വിളിച്ചത്? What for has the Lord called you? ജയാളിയാകുമ്പടി, നീ ഒരു ജയാളിയായി തീരേണ്ടതിനാ. To be a conqueror. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be இப்படி to God. എത്രയോ സംഭവങ്ങൾ சொல்ல முடியும். ഇങ്ങനെ പറയുവാനാണെങ്കിൽ ധാരാളം സംഭവങ്ങളുണ്ട്. The splendid illustrations உங்கள் can be cited. வாழ்க்கையிலும் தேவன் பல அற்புதங்கள் செய்திருக்கிறார். നിങ്ങളുടെ ജീവിതത്തിലും ദൈവം അനവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. In your life too, God has done umpteen types of wonders. ചിലരുடைய സാക്ഷി കേട്ടാൽ ഭയങ്കരமான സാക്ഷി. ചിലരുടെ സാക്ഷ്യം നാം കേട്ടാൽ നാം തന്നെ അത്ഭുതപ്പെട്ടു പോകും. When we hear the testimony of many people, we will be astounded. വലിയ അത്ഭുതം ദേവൻ ചെയ്തിരുന്നു. അത്ര മഹാത്ഭുതങ്ങൾ ദൈവം അവർക്കായി ചെയ്തിട്ടുണ്ട്. Such mega miracles God had done for them. ദേവൻ ഉന്നെ കൈവിട മാട്ടാൻ. ദൈവം നിന്നെയും കൈവിടുകയില്ല. God will never fail you. ദേവൻ ജയാളിയാക മാറ്റുവാർ. നമ്മെ ദൈവം ജയാളികളാക്കും. God will make you a conqueror. இந்த 8 പ്രമാണത്തിൻപടി നാം ജീവിപ്പോമാകും. ആദ്യമായി ഈ 8 പ്രമാണങ്ങൾക്കനുസൃതമായി ജീവിക്കാം. First, let us practice എല്ലാവരും this laws ബൈബിളിൽ in our life. അടയാളപ്പെടുത്തിക്കൊള്ളുങ്ക. ബൈബിളിൽ നിങ്ങൾ ഒന്ന് അടയാളപ്പെടുത്തുന്നത് നല്ലതാണ്. Please நான் mark அந்த in your வசனம் Bible. சொல்லிட்டே போறேன். அந்த பைபிளிலே நான் சொல்ற வசனத்தில ஒரு ரவுண்ட் போடுங்க. അതെ, വചനങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് പോകാം. നിങ്ങളുടെ ബൈബിളിൽ ആ വചനത്തിൽ ഒരു ചെറിയൊരു വട്ടം ഇടുക. Let me touch the references. Mark in your Bible. முதலில் அந்த பைபிளுக்கு மேலே எழுதி போடுங்கள் ஆவியின் பிரமாணங்கள் 8. ആ ബൈബിളിൽ ആദ്യമായി രേഖപ്പെടുത്തി ആത്മാവിന്റെ പ്രമാണം 8. First, give the caption. 7. Give the caption in the Bible that ആവിൻ there are പ്രമാണം 8 അല്ല 10 അല്ല. Seven spirits. റോമർ 8-ാം അധികാരത്തിൽ 7. ആത്മാവിന്റെ പ്രമാണങ്ങൾ എന്ന് പറയുമ്പോൾ 8-ലോ 10-ലോ നിൽക്കുന്നതല്ല. റോമാലേഖനം 8-ാം അധ്യായം முதலாம் வசனம். the Romans chapter is mentioned 7. முதலாம் வசனம். ഒന്നാമത്തേത്. Verse 1. 2 6-ാം വസനം. രണ്ടാമത്തേത് 6-ാം വാക്യം. Second one, verse 6. 2 എഴുതുങ്ക. 2 എഴുതുക. 3 9-ാം വസനം. 3-ാം പ്രമാണം 9-ാം വാക്യം. Third one is in verse number 9. 4-ാമത് 12-ഉം 13-ഉം വസനം. 4-ാം പ്രമാണം 12, 13 വാക്യങ്ങൾ. Fourth one in verses 12 and 13. 5-ാമത് 14-ാം വസനം. 5-ാം പ്രമാണം 14-ാം വാക്യത്തിൽ. Fifth one in verse number 14. 6-ാമത് 26-ാം വസനം. 6-ാമത്തെ പ്രമാണം 26-ാം വാക്യത്തിൽ. Sixth one in verse 26. 7-ാമത് 27. 7-ാമത്തെ പ്രമാണം 27-ാം വാക്യം. And the seventh one in verse 27. அதனால தான் கலாத்தியர் 5 வந்தால் என்ன வாசிக்கிறோம்? ஆவிக்கேற்றபடி நடந்து கொள்ளுங்கள், அப்பொழுது மாம்ச இச்சையை நிறைவேற்றாம். അതുകൊണ്ടാണ് ഗലാത്യർ 5:16-17 വായിക്കുന്നത്, ആത്മാവിനനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡമോഹങ്ങളെ നിവർത്തിക്കുകയില്ല. Wherefore when we come to Galatians chapter 5 verse number 16, walk according to the Spirit, that you will not fulfill the lust of the flesh. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God.
ഇനി രണ്ടാമത് നാം ചെയ്യ വേണ്ടിയ കാര്യം, നാം രണ്ടാമതായി ചെയ്യേണ്ടത് What's the second thing we have to accomplish? ദാനിയേലിൻ ദീർഘദർശനം ദാനിയേലെ നാം പാർക്കുമ്പോൾ നാം ദാനിയേലിനെ ശ്രദ്ധിച്ചാൽ, When you observe the case of Daniel, ദാനിയേൽ 6:28 ദാനിയേൽ 6:28 പ്രകാരം according to Daniel chapter 6 verse 28, ദാനിയേലിൻ കാര്യങ്ങളെല്ലാം ജയமாக കാണപ്പെട്ടത് എന്ന് തമിഴിൽ വാസിக்கிறோம். തമിഴിൽ കാണുന്നു ദാനിയേലിന്റെ കാര്യങ്ങൾ ജയമായിരുന്നു, മലയാളത്തിൽ ശുഭപ്പെട്ടിരുന്നു എന്ന് കാണാം. in Tamil translation we read, in everything Daniel became victorious, ഇംഗ്ലീഷിലെ prosper. ജയം. ദാനിയേലിന് എല്ലാ വിഷയത്തിലും ജയം. ദാനിയേലിന് സകല വിഷയങ്ങളിലും ജയം. Daniel attained victory in everything. അവനെ ബലവീനപ്പെടുത്തുമ്പടിയാക ജ്യോതിസ്യർ, മന്ത്രവാദികൾ, മറ്റ് ജ്ഞാനികൾ എவ்வளവും പ്രയാസപ്പെട്ടാറുകൾ എന്ന് നമുക്ക് യാവർക്കും തെരിയും. അവനെ ബലഹീനനാക്കുവാൻ അവിടെയുള്ളതായ ജ്യോതിഷികളും ശകുനവാദികളും ആഭിചാരകന്മാരും എത്രയോ പരിശ്രമിച്ചെന്ന് കാണാം. In order to weaken him, all the magicians, all the sorcerers, men of witchcraft, men of divination made all attempts. ஆனால் ദാനിയേൽ 6 വാസിക്കുമ്പോൾ എന്നാൽ ദാനിയേൽ 6 However, as we turn to Daniel chapter 6, அந்த 21 വാസിക്കുമ്പോൾ 21 വാക്യം വായിച്ചാൽ, particularly verse அங்க 21, നാം என்ன വാസിக்கிறோம்? നമുക്ക് അവിടെ എന്ത് കാണാൻ കഴിയുന്നുണ്ട്? what do we read there from? அவர் രാജാവിനിടത്തിൽ சொல்லுகிறார், താൻ രാജാവിനോട് പറയുന്നു, He says to the king, രാജാവേ, ഞാൻ ഉമ്മക്കും ദേവനുക്കും വിരോധமாக ഒരു പാപവും ചെയ്യവില്ല. രാജാവേ, തിരുമേനിക്ക് വിരോധമായും ദൈവത്തിന് വിരോധമായും ഞാൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. Thy Majesty, before you and before God, I haven't done any guilt. 6:21. 6:21. Chapter 6 verse 21. അപ്പൊ നിന്റെ കാര്യം, നീ ജയജീവിയം ചെയ്യ വേണ്ടുമാനാൽ നിനക്കൊരു ജയജീവിതം നയിക്കണമോ, In order to maintain an overcoming life, ദേവനുക്കും മനുഷ്യനുക്കും വിരോധமாக നീ കുറ്റമറ്റ മനസാക്ഷിയുടയവനാക കാണപ്പെട വേണം. നീ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷിയുള്ളവനായി ജീവിക്കൂ. you must maintain a clear conscience towards God and man. എല്ലാ വേദനയെ പാർക്കിലും പെരിയ വേദന മനസാക്ഷിയിൻ വേദന. പല വേദനകളുണ്ട്, എന്നാൽ ഇതിനേക്കാളെല്ലാം വലിയ വേദന എന്നത് മനസാക്ഷി കുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്. Pricking consciousness creates greater pain than all other branches of മറ്റെല്ലാ pain. വേദനയും സഹിക്കണം. മറ്റു വേദനകളെ നമുക്ക് താങ്ങാൻ കഴിയും, You can tolerate all other kinds മനസാക്ഷി of pain. കുത്തുമ്പോഴുള്ള വേദനയെ താങ്ക മുടിയാതെ. എന്നാൽ മനസാക്ഷിയിൽ കുത്തലേൽക്കുമ്പോഴുള്ള വേദന അത് അസഹനീയമാണ്. You cannot bear the scruples of the conscience. ഒരു മുറ നമ്മുടെ ഒരു പെരിയ പാസ്റ്റർ, ഒരിക്കൽ നമ്മുടെ ഒരു വലിയ പാസ്റ്റർ, Once one of our prominent pastors, അങ്ങനെയുള്ള ഒരു വിശ്വാസിയുമാക ചില ഒരു വിഷയത്തിൽ തർക്കമുണ്ടായി. ഒരു വിശ്വാസിയുമായിട്ട് ഒരു വിഷയത്തിൽ ഒരു വാഗ്വാദമുണ്ടായി. he made an argument with some believers there. ശനിക്കിഴമ കാത്തിരിപ്പ് കൂട്ടം മുടിച്ച പിറക് ശനിയാഴ്ച കാത്തിരിപ്പ് യോഗത്തിന് ശേഷമായിരുന്നു. Saturday evening after the tarry meeting, அந்த பாஸ்டருக்கு ஒரு சுபாவமுண்டு. പാസ്റ്റർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. pastor had a specific யாரு nature. முதலில் போய் சொல்லுகிறார்களோ அவனுக்கு தான் ஜெயம். ആര് കാര്യം ആദ്യം പോയി പറയുന്നു അവന് ജയം കിട്ടും. Who will report first, he will win. ரெண்டாவது சொல்றவன் தான் உண்மையாக, ஆனா அவன் சொன்ன ஒன்னும் எடுக்க மாட்டான். രണ്ടാമത്തവൻ പറയുന്നതായിരിക്കും വാസ്തവം, പക്ഷെ അതെടുക്കുകയില്ല. Perhaps the second report might be the true one, but he would not consider. அதனால அந்த பிரதருமாக பெரிய தர்க்கம். ആ ബ്രദറുമായിട്ട് ഒരു വലിയ വാഗ്വാദം. Therefore, a heated argument with that brother. எல்லா விசுவாசிகளும் வந்து அந்த பிரதரை, ஏன் நீ சட்டம் போடுற, பேசாம வீடு சொல்லி അവരെ കൂട്ടിക്കൊണ്ടു പോയി. വിശ്വാസികളെല്ലാം വന്ന് ആ സഹോദരനോട് എന്തിനാ നീ ഒച്ച ഉണ്ടാക്കുന്നത്, അതങ്ങ് വിടുക എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി. All the believers came, pacified the brother, and he was withdrawn. അവൻ തന്റെ വീട്ടിൽ ചെന്ന് കരങ്ങളെ ഉയർത്തി മുഴങ്കാൽ പടിയിട്ട് ജപിച്ചു കൊണ്ടിരുന്നു. താൻ തന്റെ വീട്ടിൽ ചെന്ന് മുഴങ്കാലിൽ നിന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തോട് അവൻ നിലവിളിച്ചു. That brother reached home, kept on the knees, lifted up his hands, prayed to ஆனால் God. இந்த பாஸ்டர், എന്നാൽ ഈ പാസ്റ്ററോ However, this pastor, தூதுக்காக தேவ சமூகத்தில் தன்னை தாழ்த்தி കാത്തു കൊണ്ടിരിക്കും. താൻ പിറ്റേ ദിവസത്തെ ദൂതിനു വേണ്ടി ദൈവസന്നിധിയിൽ താഴ്ത്തി കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. to have the message to be delivered the next day, he humbly അവന്റെ accepted the presence of God and was praying. മനസാക്ഷി കുത്ത തുടങ്ങി. ഇപ്പോൾ പാസ്റ്ററുടെ മനസാക്ഷി കുത്തുവാൻ തുടങ്ങി. His conscience started pricking. നീ சொன்னதெல்லாம் തപ്പ്,
നീ ചെയ്തത് പറഞ്ഞതെല്ലാം തെറ്റാണ്. Your entire argument is wrong. നീ പോയി മன்னிப்பு കേൾ. നീ പോയി ക്ഷമ ചോദിക്കും. Go and apologize. അന്ന് രാത്രി 1 മണിക്ക് അർദ്ധരാത്രി 1 മണിക്ക് Same night at 1 o'clock, താൻ സൈക്കിൾ എടുത്ത് താൻ സൈക്കിൾ ചവിട്ടി he took the cycle, அந்த ബ്രദറുടെ വീട്ടിലേക്ക് പോന. ആ സഹോദരന്റെ വീട്ടിൽ ചെന്നു. reached the house of that brother. അവരുടെ വീട് മാടി വീട്. തന്റെ വീട് ഒരു മുകളിലത്തെ നിലയിലുള്ള വീടാണ്. It was a storied house. സ്റ്റെപ്പ് ഏറി ചെല്ലുമ്പോൾ ആ പടി കയറി ചെല്ലുമ്പോൾ As he trekked on the അവരുടെ stairs, സ്തോത്ര ശബ്ദം കേൾക്കല. തന്റെ സ്തോത്ര ശബ്ദം കേൾക്കാമായിരുന്നു. the ringing of the praising of their brother was echoing. ഉടനെ ഡോർ തട്ടിന. താൻ വാതിൽക്കൽ നിന്ന് മുട്ടി. He knocked at the door. തുറന്ന താൻ വാതിൽ തുറന്നു. The door was opened. ആ ബ്രദറെ இந்த പാസ്റ്റർ കെട്ടിപ്പിടിച്ച് ആ സഹോദരനെ ഈ പാസ്റ്റർ ആലിംഗനം ചെയ്തു. This pastor embraced that எனக்கு brother, മன்നിയും എന്ന് ചൊല്ലി മன்னிப்பு കേട്ട. എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചു. requested, forgive unto me. ഞാൻ വിഷയങ്ങൾ தெரியாமல் பேசி കാര്യമറിയാതെ പറഞ്ഞു പോയതാണ്. Without knowing, I spoke against you. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. அந்த ബ്രദർ മன்னிப்பு കേട്ട. ആ സഹോദരനും തിരിച്ച് ക്ഷമ ചോദിച്ചു. Vice versa, their brother also apologized. ഞാൻ ദൂതുക്കാக കാത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൂതനായി കാത്തിരിക്കുമ്പോൾ When I was waiting for the message, பெரிய வேதனை உண்டாயிற்று. എന്റെ മനസ്സാക്ഷിയിൽ എനിക്കൊരു വലിയ വേദനയുണ്ടായി. I had an excruciating pain in my ஆண்டவர் சொன்னார், conscience. இப்போதே போய் மன்னிப்பு கேளு. കർത്താവിനോട് പറഞ്ഞു ഉടനെ പോയി ക്ഷമ ചോദിക്കണം. God directed me to come and apologize. மன்னிப்பு கேட்டார். ക്ഷമ ചോദിച്ചു. He asked pardon. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. மன்னிப்பு கேட்ட உடனே அந்த இடத்திலே தூது கிடைச்சது. താൻ ക്ഷമ ചോദിച്ച ഉടനെ അവിടെ വെച്ച് തന്നെ തനിക്ക് ദൂത് കിട്ടി. No sooner did he apologize than he got the message. അതാ ദേവനുക്കും മനുഷ്യനുക്കും മുൻപാകെ കുറ്റമറ്റ നൽമനസാക്ഷിയുടേവരാകെ കാണപ്പെട വേണം. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത നല്ല മനസ്സാക്ഷിയുള്ളവരായി നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. We have to maintain a good conscience before God and men. അപ്പോസ്തല നടപടികൾ 23-ാം അധികാരം 1-ാം വചനം, 24-ാം അധികാരം 15-ഉം 16-ഉം വചനങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം 1-ാം വാക്യം, 24-ാം അധ്യായം 15, 16 വാക്യങ്ങൾ. Acts of Apostles chapter 23 verse number 1, 24 verse 15 and 16. ആയാൽ നമ്മുടെ മനസാക്ഷിയെ നാം പാതുകാത്ത് ജീവിത്താൽ ജയജീവിയം ചെയ്യണം. മനസ്സാക്ഷിയെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നെങ്കിൽ ജയജീവിതം നമുക്ക് സാധ്യമായി തീരും. Therefore, if we keep our good conscience, we can accomplish ദാവീദ് and overcome in life. മനസാക്ഷിയെ പാതുകാത്ത്. ദാവീദ് തന്റെ മനസ്സാക്ഷിയെ സൂക്ഷിച്ചു. David kept his conscience. அந்த രാജാവോട് பேசும்போது ആ രാജാവിനോട് പറയുമ്പോൾ When he was talking with the king, ദാനിയേലെ സിംഹക്കുഴിയിൽ പോട്ടാർ. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടു. Daniel was cast into the lion's രാജാവ് den. തൂക്കം വരവില്ലേ. അന്ന് രാത്രി ആ രാജാവിന് ഉറക്കമൊന്നുമില്ല. The king had become sleepless. കാലയിൽ വന്ന് പാർക്കുമ്പോത് താൻ പുലർച്ചെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ Early morning he came and watched. ദാനിയേൽ സിംഹക്കുഴിയിൽ സ്തോത്രാരാധന നടത്തിക്കൊണ്ടിരുന്നു. ദാനിയേൽ സിംഹക്കുഴിയിൽ ഒരു സ്തോത്രാരാധന നടത്തുന്നു. In the Daniel was leading the morning praising. അവർ വിഷയങ്ങൾ ചൊല്ലി സ്തോത്രം പണ്ണുമ്പോ സിംഹം കൂടെ അത് സ്തോത്രം പണ്ണത്. ദാനിയേൽ அப்படிதான் സ്തോത്രം எங்களுக்கு டீச்சர்ஸ் சொல்லி கொடுத்தாங்க. சண்டே ஸ்கூல் டீச்சர்ஸ் வசனம் ஒன்றும் தெரியாது. அப்படி வேண்டுமான அந்த டீச்சர்ஸ் போய் கேளுங்க. ഞങ്ങളുടെ സൺഡേ സ്കൂൾ അധ്യാപകർ ഞങ്ങളിങ്ങനെ പഠിപ്പിച്ചതാണ്. വചന തെളിവുണ്ടോന്ന് അറിഞ്ഞൂടാ. സംശയമാണെങ്കിൽ നിങ്ങൾ അവരോട് പോയി ചോദിക്കുക. As Daniel was telling the subject, the lions approved of. സിംഹക്കുഴിയിലും ദാനിയേൽ തന്റെ ജപത്തെ വിടവില്ലേ. സിംഹത്തിന്റെ ഗുഹയിലും ദാനിയേൽ തന്റെ പ്രാർത്ഥന വിട്ടിട്ടില്ല. Even in the lion's den, Daniel did not give up his praising and prayer. ദാനിയേലേ ഉന്നെ വിടുവിക്ക ഉൻ ദേവൻ ബലമുള്ളവനാരോ. ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ സിംഹവായിൽ നിന്ന് വിടുവിക്കുവാൻ പ്രാപ്തനായോ? Lord Daniel, your God whom you are continuously worshipping is strong enough to deliver you from the lion's mouth. ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. Daniel is rescued from the lion's den. നീണാൾ വാഴ്. രാജാവേ നീണാൾ വാഴുക, ജയ ജയ. Thy majesty live forever. നാം ആരുടെ എന്നെ ചൊല്ലിയിരിക്കും. നമ്മളാണെങ്കിൽ എന്ത് പറയും? Were it we, what did we say? എടാ ദ്രോഹി, കുഴിയിൽ പോട്ട് വിട്ടിട്ട് ഇപ്പൊ വരിക. മഹാപാതകി, എന്നെ കുഴി തള്ളിയിട്ടിട്ടാണോ ഇപ്പൊ രാവിലെ വന്ന് നോക്കുന്നത്? You traitor, cast me into the lion's den. This morning you are coming to see. അവനക്ക് അന്ത കസപ്പില്ല, വൈരാഗ്യമില്ല, ഒന്നുമില്ല. ദാനിയേലിൽ ഈ കയ്പോ വിദ്വേഷമോ പകയോ ഇല്ലായിരുന്നു. No spirit of indignation and vengeance in him. തന്റെ മനസാക്ഷി നിർമ്മലമായിരുന്നു. His conscience was clear. മനസാക്ഷി ശുദ്ധമാനാൽ നമുക്ക് യാരോടും കസപ്പിറുക്കാതെ. നമ്മുടെ മനസാക്ഷി നിർമ്മലമോ നമുക്ക് ആരോടും കയ്പ് കാണുകയില്ല. If we have a pure conscience, we will not have bitterness with anybody. രാജാവേ നീണാൾ വാഴുക. തിരുമേനി നീണാൾ വാഴുക. Long live the king.
நான் ஒரு தப்பும் செய்யவில்லை. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. We didn't do any crime. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. அப்படிப்பட்ட മനസാட்சியை நாம் பாதுகாத்தால் ஜெயாளியாக நாம் மாறலாம். ഇങ്ങനെ മനസ്സാക്ഷിയെ സൂക്ഷിച്ചാൽ ജയാളികളായി തീരാം. Thus, if we maintain a good conscience, we can இனி become conquerors. மூன்றாவது മൂന്നാമത് Third aspect is ദാനിയേൽ 1-ാം അധികാരം 8-12 വചനങ്ങളെ വാസിക്കുമ്പോൾ ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 8-12 വാക്യങ്ങൾ വായിച്ചാൽ Daniel chapter 1 verses 8 and 12. அங்க தானியேலின் பிரதிஷ்டையை குறித்து வாசிக்கிறோம். ദാനിയേലിന്റെ പ്രതിഷ്ഠാ ജീവിതം നമുക്ക് കാണാം. We read about the consecration of Daniel. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. 8-ാം വചനത്തിൽ 8-ാം വാക്യത്തിൽ In verse number 8, ദാനിയേൽ തന്റെ ഹൃദയത്തിൻ ആഴത്തിൽ പ്രതിഷ്ഠ ചെയ്ത ദാനിയേൽ തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ആഴത്തിൽ ഒരു തീരുമാനം പ്രതിഷ്ഠ ചെയ്തു. Daniel purposed in the deeper caverns of his conscience. 12-ാം വചനത്തിൽ 12-ാം വാക്യത്തിൽ Verse number 12, அந்த தீர்மானத்தை அவன் ஆரியோக்கினிடத்தில் சொன்னான். തന്റെ തീരുമാനം താൻ അരിയോക്കിന്റെ അടുക്കൽ അറിയിച്ചു. the same is communicated to Arioch. நாமும் பிரதிஷ்டையுள்ளவராக காணப்பட வேண்டும். നാമും പ്രതിഷ്ഠയുള്ളവരായി കാണപ്പെടേണം. We too must hold fast to this ஊழியர்களுக்கும் consecration. பிரதிஷ்டையுண்டு, விசுவாசிகளுக்கும் பிரதிஷ்டையுண்டு. ശുശ്രൂഷകർക്ക് പ്രതിഷ്ഠയുണ്ട്, അതുപോലെ വിശ്വാസികൾക്കും പ്രതിഷ്ഠയുണ്ട്. There's consecration for the workers. Meanwhile, there is one for the believers too. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. விசுவாசிகளுடைய பிரதிஷ்டை என்று சொல்லும் போது மத்தேயு 10-ாம் அதிகாரம் 37, 38, 39 வசனங்கள். മത്തായി 10-ാം അധ്യായം 37, 38, 39 വാക്യങ്ങൾ വായിച്ചാൽ വിശ്വാസികൾക്ക് വേണ്ടതായ പ്രതിഷ്ഠയെ കാണാം. Matthew's Gospel chapter 10 verses 37, 39, we read about the consecration தேவனை meant for the believers. பார்க்கிலும் எந்த காரியத்தையும் அதிகமாக நேசிக்கலாகாது. ദൈവത്തെക്കാളുപരി യാതൊന്നിനെയും സ്നേഹിക്കരുത്. More than God, you must not love anything or anybody. ஊழியர்கள் பிரதிஷ்டை உங்களுக்கு தெரியும். ശുശ്രൂഷകളുടെ പ്രതിഷ്ഠ നിങ്ങൾക്കറിയാമല്ലോ. You know the consecration of the workers. ஆனால் ஊழியர்களுடைய பிரதிஷ்டையில் இனி ஒரு பகுதி உண்டு. ശുശ്രൂഷകളുടെ പ്രതിഷ്ഠയിൽ വേറെ ഒരു அது நான் ഭാഗം. ஊழியர்களுக்காக சொல்லுகிறேன். ഞാനത് ശുശ്രൂഷകരുടെ അറിവിലേക്ക് പറയുന്നു. Still, there is another aspect of consecration for the ministers. எசேக்கியேல் 34-ாம் அதிகாரம் 2-லிருந்து 10 வரை வாசிக்கும் போது യെഹെസ്കേൽ 34-ാം അധ്യായം 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. Ezekiel 34 verses 2 to 10. தங்களை மேய்க்கிற ஊழியர்களுக்கு மேய்ப்பர்களுக்கு ஐயோ. തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. Woe unto the shepherds who feed themselves on. மேய்ப்பர்களெல்லாம் ஆடுகளை மேய்க்க வேண்டும். മേയ്പ്പന്മാർ ഇടയന്മാർ ആടുകളെയല്ലയോ മേയ്ക്കേണ്ടത്. The pastors, the shepherds should feed the flock. இப்போது மேய்ப்பர்கள் தங்களையே மேய்க்கிறார்கள். ഇപ്പോൾ ഈ ഇടയന്മാരോ അവർ തങ്ങളെയാണ് മേയ്ക്കുന്നത്. Paradoxically enough, now the shepherds feed themselves, தங்களுடைய தியாக ஜீவிதத்தை விட்டுவிட்டு തങ്ങളുടെ ത്യാഗജീവിതം വിട്ടുകളഞ്ഞിട്ട് living their life தங்கள் of sacrifice, பிரதிஷ்டையின் ஜீவியத்தை விட்டுவிட்டு തങ്ങളുടെ പ്രതിഷ്ഠാ ജീവിതം തള്ളിക്കളഞ്ഞിട്ട് keeping off their life of dedication. தேவனுடைய பணத்தினால் உன்னை நீ மேய்த்தால், ദൈവത്തിന്റെ പണം ഉപയോഗിച്ച് നിന്നെ തന്നെ പോഷിപ്പിച്ചാൽ മേയിച്ചാൽ, By spending the money of God, if you feed yourself on, உனக்கு ஐயோ கஷ்டம் என்று வேதத்தில் வாசி. ബൈബിൾ പറയുകയാണ് നിനക്കയ്യോ കഷ്ടം. the Bible says, "Oh unto you." அவர்களைத்தான் தேவன் ஊழியத்திலிருந்து வெளியே துரத்துகிறார். അവരെയാണ് ദൈവം ഈ ശുശ്രൂഷ വേലയിൽ നിന്ന് പുറന്തള്ളുന്നത്. Such are driven out from this ministry by God. அதனுடைய 10-ாம் வசனம் படிங்க. 10-ാം വാക്യം. Verse 10. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് അവരെ നീക്കിക്കളയും. ഇടയന്മാർ ഇനി തങ്ങളെ തന്നെ മേയ്ക്കുകയില്ല. എൻ്റെ ആടുകൾ അവർക്ക് ഇരയാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് വിടുവിക്കും. கர்த்தராகிய ஆண்டவர் சொல்லுகிறார், இதோ நான் மேய்ப்பருக்கு விரோதமாக வந்து மேய்ப்பர்களுக்கு விரோதமாக வந்து என் ஆடுகளை அவர்கள் கையிலே கையிலிருந்து கேட்டு மேய்ப்பர் இனி தங்களையே மேய்க்காதபடி மேய்ப்பர்கள் இனி தங்களையே தங்களுடைய தேவைகளை தங்களுடைய வாஞ்சையை நிறைவேற்றாமல் மந்தையை மேய்க்கும் தொழிலை விட்டு மந்தையை மேய்க்கும் தொழிலை விட்டு அவர்களை விலக்குவர். ഞാൻ അവരെ നീക്കിക്കളയും. ஊழியம் விட காரணம் என்ன? ഈ വേല വിട്ടുപോകുവാൻ കാരണമെന്ത്? What's the reason they give up this ministry? என்னுடைய அனுபவத்தில் இப்ப 47 வருஷமாக நான் இந்த ஊழியம் செய்கிறேன். ഞാൻ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ 47 വർഷമായി ഞാൻ ഈ വേല ചെയ്യുന്നു. My personal experience for the past
ഇതേ past 47 years I can do this 2 വർഷം ministry. ഊഴിയം ചെയ്തു. ഈ കൊട്ടാരക്കരയിൽ തന്നെ ഞാൻ 2 വർഷം ശുശ്രൂഷ ചെയ്തിട്ടുണ്ടല്ലോ. This Kottarakara I rented ministry for 2 years. തിരുവനന്തപുരത്തിൽ 3 വർഷം, തിരുവനന്തപുരത്ത് 3 വർഷം. In Trivandrum 3 years. 3-2 5 വർഷത്തെ പഴക്കം താൻ എനിക്ക് കേരള. എനിക്ക് കേരളവുമായിട്ട് ഈ 3-2 5 വർഷത്തെ പരിചയമേ ഉള്ളൂ. Thus in Kerala I put ഞാൻ on 5 ദേവ years of service. സമൂഹത്തിൽ சொல்லுகிறேன், ഒരു പൈസയ്ക്ക് ഞാൻ ഇന്നാൾ വരയ്ക്കും ഒരു പൊരുൾ വാങ്ങിയതില്ല. ഞാൻ ദൈവസ്ഥനിൽ പറയുകയാണ്, ഞാൻ ഒരു പൈസയ്ക്ക് പോലും ഇന്ന് വരെ ഞാനായിട്ട് എനിക്ക് വേണ്ടി ഒന്നും വാങ്ങിയിട്ടില്ല. In the presence of God, let me make it clear, by spending my own money, I haven't bought anything for me. എന്റെ തേവകളെല്ലാം ദേവൻ സന്ധിക്கிறாർ. എന്റെ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റി തരുന്നു. Lord is meeting all my needs. എന്റെ ഒരു മൊബൈലുണ്ട്. എന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോണുണ്ട്. I got a mobile set. ദൈവം തന്നതാണ്. God is ഈ given me the ബൈബിൾ same. ദൈവം തന്ന ബൈബിൾ. വേദപുസ്തകം ദൈവം തന്നു. Copy of the Bible, God has എല്ലാം given me. ദേവനുടെ പൊരുൾ. എന്റെ ആവശ്യങ്ങൾക്ക് ദൈവം തന്ന വസ്തുക്കൾ എന്റെ കയ്യിലുള്ളൂ. God has supplied everything required of me. ഇപ്പൊ എനിക്കൊരു മൊബൈൽ കിടച്ചാച്ച് ഇപ്പോൾ എനിക്കൊരു മൊബൈൽ ഫോൺ ലഭിച്ചു. I got a mobile set. റൂമിൽ ഇருக்கு. അത് റൂമിലുണ്ട്. That is in the room. 1.5 ഇഞ്ച് നീളമുള്ള മൊബൈൽ. 1.5 ഇഞ്ച് ഇവളെന്താ, ഒരു 1.5 ഇഞ്ച് നീളമുള്ളതായ ഒരു കൊച്ചു മൊബൈൽ. A small mobile as long as 1.5 inches. ദേവനക്ക് മൊബൈൽ പേര് ഹോപ്പ്. ഓപ്പ് എന്നാണ് എന്റെ പേര്. His name is Op. അത് ആള് ചിന്നതാനാലും കാന്താരിതാ. ചെറുതാണെങ്കിലും കാന്താരിയാണ്. Oh, that is small, but it is poignant. എന്തൊരു ശബ്ദം, What a volume it is. ആള് ചിന്നതാ, കാന്താരിതാ. ആള് ചിരിയേ ഉള്ളൂ, ഒരു കാന്താരി. Small one, but acid line. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to ദേവൻ God. തന്താ. ദൈവം തന്നു. God has ഞാനൊന്ന് provided. കടയിൽ പോയി വാങ്ങുறதில்லை. ഒരു നാളും കൂടെ കൊട്ടാരക്കരയിൽ ഏതാ കടയിൽ പോയിരിക്ക, അതാവത് ജപத்துக்காக പോയിരിக்கிறேன். കടയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോയതല്ലാതെ കടയില് മാസം പിറക്കുമ്പോൾ 1-ാം തീയതി പോയി ജപിച്ച് ഞാൻ വരുവേൻ. വർഷാരംഭത്തിൽ വിശ്വാസികളുടെ കടയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട്. അങ്ങനെയല്ലാതെ ഞാൻ ഈ കൊട്ടാരക്കരയിൽ കടയിൽ ഒരു പോയിട്ടില്ല. പൈസയ്ക്ക് ഞാൻ இந்த കൊട്ടാരക്കരയിൽ ഏതാവത് ഒരു പൊരുൾ വാങ്ങിയത് പാർത്ത വിശ്വാസികൾ ഇരുന്നാൽ ഇപ്പോഴത്തെ കരങ്ങളെ ഉയർത്താം, ഇതാവട്ടെ കൂട്ടം പിടിച്ച് ഞാൻ കിട്ട വരില്ല. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൈ ഉയർത്താം, അല്ലെങ്കിൽ യോഗം കഴിഞ്ഞ് എന്റെ അടുക്കൽ വന്ന് പറയാം. At Kottarakara, I can never visit any shop not to buy anything for me. എന്നോട് Rather visit to pray പഴക്കപ്പെട്ട for the people. വിശ്വാസികളും ஊழியர்களும் சொல்லுவார்கள், அவர்கள் அப்படி செய்ய மாட்டார்கள். എനിക്ക് പരിചയമുള്ളതായ വേലക്കാരും വിശ്വാസികളും പറയും, പാസ്റ്റർ അപ്പച്ചൻ അങ്ങനെ ചെയ്യുകയില്ല. The believers and workers who know me will say that my pastor will not do it. എന്നെ பார்த்தா என்ன கரவாடு மாதிரியா இருக்கு? എന്നെ കണ്ടാൽ ഒരു ഉണക്കമീൻ പോലെ ഇരിക്കുകയാണോ? Do I seem to be a dry fish? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. நான் ஏன் இது சொல்லுகிறேன்? ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു? Why should I narrate this? பிரதிஷ்டை முக்கியம். പ്രതിഷ്ഠയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. Consecration is important. உன் பிரதிஷ்டை முக்கியம். വിശ്വാസിയെ നിനക്ക് നിന്റെ പ്രതിഷ്ഠ അനിവാര്യം. Lord believer, your consecration ஊழியர்களே is உன் important for பிரதிஷ்டை you. முக்கியம். ശുശ്രൂഷകരെ നിങ്ങൾക്ക് പ്രതിഷ്ഠ ആവശ്യം. Lord ministers, you must hold fast to your ഇത് consecration. പ്രതിഷ്ഠയുടെ വേല. This is a ministry of consecration. മറ്റുള്ള ഊഴിയങ്ങളെ പോലെയുള്ള ഊഴിയമല്ല, ഇത് പ്രതിഷ്ഠയിൻ ഊഴിയം. മറ്റുള്ള വേലകൾ പോലെയല്ല, ഇത് പ്രതിഷ്ഠയുടെ വേലയാണ്. Quite different from other ministries. This is one of മറ്റേ consecration. ഊഴിയങ്ങളും കർത്തരുടെ ഊഴിയങ്ങൾ താൻ. മറ്റുള്ള ശുശ്രൂഷകളും കർത്താവിന്റെ വേല തന്നെയാണ്. Other ministries also done by the name of the Lord. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. ஆனால் ജയാളിയാക നീ മാറ വേണ്ടുമാനാൽ, എന്നാൽ നീ ഒരു ജയാളിയായി തീരണമെങ്കിൽ, However, to be the conqueror, നീ പ്രതിഷ്ഠയുള്ളവനാക കാണപ്പെടണം. നീ പ്രതിഷ്ഠയുള്ള വ്യക്തിയാകണം. you must maintain your consecration. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. ഇനി നാലാമത് അടുത്തത് The fourth aspect is ജ്ഞാനസ്നാനത്തിൽ ജയത്തെ പെറ്റുകൊള്ളുക. ജലസ്നാനത്തിൽ നാം ജയം പ്രാപിക്കുന്നു. through water baptism we attain victory. നീ ജയാളിയാക മാറ്റപ്പെട വേണ്ടുമാനാൽ, നീ ഒരു ജയാളിയായി തീരണമെങ്കിൽ To be an overcomer, ഡെയിലി ജ്ഞാനസ്നാനം എടുക്കണം. ദിവസവും സ്നാനപ്പെടണം. every day get baptized. അത് മുടിയുമോ? ഇത് കഴിയുന്ന കാര്യമോ? Can you? ആണ്ടവർ சொன்னார் ഡെയിലി എടുക്കണം. കർത്താവ് പറഞ്ഞിട്ടുള്ളത് ദിവസേന എടുക്കണമെന്നാണ്. The Lord directed take it എന്റെ daily. വാസിக்கிறோം റോമർ 6:11. റോമർ 6:11 നാം അത് വായിക്കുന്നു. Romans chapter 6 verse 16 speaks about പാപத்துக்கு it. மரித்தேன் என்றும் நீதிக்காக பிழைத்திருக்கிறேன் என்றும் എണ്ണിക്കൊള്ളുங்கள். പാപസംബന്ധമായി മരിച്ചുവെന്നും നീതിക്കായി ജീവിക്കുന്നുവെന്നും നിങ്ങളെ തന്നെ എണ്ണിക്കൊള്ളുവിൻ. Reckon yourself you are dead to sin and alive for righteousness. കാരണം ജ്ഞാനസ്നാനത്തിൽ
ஜெயம் துவங்குறது. കാരണം ജലസ്നാനത്തിലാണ് ജയം ആരംഭിക്കുന്നത്. Because at water baptism, this victory marks எதுக்காக the beginning. ஞானஸ்நானம் எடுக்கிறோம்? നാം എന്തിനു വേണ്ടിയാണ് സ്നാനപ്പെടുന്നത്? What for are we getting baptized? ஜெயத்துக்காக. ജയത്തിനു വേണ്ടി. To have victory. நீ ஞானஸ்நானம் எடுத்தும் உனக்கு ஜெயம் இராவிட்டால், നീ സ്നാനപ്പെട്ടിട്ടും നിനക്ക് ജയമില്ലെങ്കിൽ, Even after being baptized, if you're not able to attain victory, ஞானஸ்நான உபதேசத்தின்படி நீ ஞானஸ்நானம் எடுக்கவில்லை. നീ യഥാർത്ഥ ജലസ്നാന ഉപദേശ സത്യപ്രകാരം അല്ല സ്നാനപ്പെട്ടത്. it implies, according to the scripture, water baptism, you haven't done அப்ப it. ஞானஸ்நான உபதேசம் என்ன? അങ്ങനെയെങ്കിൽ ജലസ്നാന ഉപദേശം എന്ത്? If so, what's the teaching of this ഒരു water baptism? ഉപദേശം റോമർ 6-ാം അധികാരം 6-ാം വചനത്തെ വാസിക്കുമ്പോൾ, റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം വായിച്ചാൽ, When we turn to Romans chapter 6, verse number 6, நாம் இனி பாபத்துக்கு ஊழியம் செய்யாதபடிக்கு பாப சரீரம் ஒழிந்து போகும் பொருட்டு நமது பழைய மனுஷன் அவரோடு கூட சிலுவையில் அறைந்தார் என்று അറിഞ്ഞിരിக்கிறோം. നാം ഇനി പാപത്തിന് ദാസന്മാരായി തീരേണ്ടതിന്, പാപശരീരം നീങ്ങിപ്പോകേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. knowing this, that old man is crucified with him, that the body of sin might be destroyed, and henceforth we should not never serve sin. ജ്ഞാനസ്നാനം என்பതൊരു അറിവ്. ആകയാൽ ജലസ്നാനം എന്നത് ഒരു അറിവാണ്. Water baptism is a knowledge. அந்த அறிவு என்பதொரு ജീവൻ. ആ അറിവ് എന്നത് ഒരു ജീവൻ. That knowledge is a life. ജ്ഞാനസ്നാനത്തിലെ ജീവൻ എന്ന് ജലസ്നാന സത്യത്തിലെ ജീവൻ എന്ത്? What's the life of water baptism? റോമർ 6-ാം അധികാരം 4-ാം വചനത്തെ വാസിക്കുമ്പോൾ, റോമർക്കെഴുതിയ ലേഖനം 6-ന്റെ 4-ൽ, As we turn to Romans chapter 6, verse number 4, പുതുദാന ജീവൻ. അത് പുതിയ ജീവൻ. it's a new life. ജ്ഞാനസ്നാനത്തിൽ പുതിയ ജീവനെ പെറ്റുകൊള്ളുകയും നാം ജലസ്നാനത്തിൽ ജീവന്റെ പുതുക്കം പ്രാപിക്കുന്നു. In water baptism, we get the newness அந்த of life. ஜீவனால் நாம் ஒரு ஜெயாளியாக மாற்றப்பட உதவி செய்கிறோம். ആ പുതുജീവനാൽ ജയാളിയായി തീരുവാൻ അത് നമ്മെ സഹായിക്കുന്നു. Through that newness of life, we can become a conqueror. நாம் இனி பாபத்துக்கு ஊழியம் செய்யாதபடிக்கு, നാം ഇനി പാപത്തിന് ദാസന്മാരായി തീരാതെ വണ്ണം, Henceforth, not to be servants unto sin. ശരീരം ഒഴിഞ്ഞു പോകും പൊരുട്ട് പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് The sin body should be destroyed. நம்முடைய பழைய மனுஷன் அவரோடு கூட சிலுவையில் അറൈന്താർ എന്ന് അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. We know that this old man is crucified with him. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. അപ്പോ നാം സിലുവയിൽ അറൈന്താർ എന്ന അറിവ് എപ്പോഴും കാണപ്പെട വേണ്ടും. നാം ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതായ അറിവ് നാം സദാ സൂക്ഷിക്കണം. Always we have to keep the knowledge we have been crucified with Christ. അതാവത് ഞാൻ മരിച്ചേൻ. അതായത് ഞാൻ മരിച്ചു. In other words, I am dead. ജ്ഞാനസ്നാനം என்பതൊരു മരണവും അടക്കവും. ജലസ്നാനം എന്ന് പറയുമ്പോൾ ഒരു മരണം, ഒരു അടക്കം ചെയ്യപ്പെടൽ. Water baptism is a death and a burial. അപ്പൊ ഞാൻ പാപத்துக்கு മരിച്ചേൻ. അപ്പോൾ ഞാൻ പാപത്തിന് മരിച്ചു. Which means I am dead to sin. കോപத்துக்கு മരിച്ചേൻ. കോപത്തിന് മരിച്ചു. I am dead to anger. പൊറാമയ്ക്ക് മരിച്ചേൻ. അസൂയയ്ക്ക് മരിച്ചു. I am dead to hostility. പൊറുമയ്ക്കല്ല, എല്ലാ പാപ സ്വഭാവങ്ങൾക്കും മരിച്ചു. സകലവിധമായ പാപ സ്വഭാവങ്ങൾക്കും ഞാനിതാ മരിച്ചു. I am dead to all the sinful natures. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. നിങ്ങൾ മരിത്തേൻ 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 എന്ന് ചൊല്ലുമ്പോൾ, മരിച്ചു 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 എന്ന് നിങ്ങൾ ഏറ്റുപറയുമ്പോൾ, As you repeatedly confess, I am dead, ഉടനെ കൽവാരിയിൽ ഇരുന്ന് ദേവനുടെ കൃപയാനത് ഉന്നെ സന്ധി. ഉടനെ കാൽവറിയിൽ നിന്ന് ദൈവകൃപ നിന്നെ തേടി വരും. immediately from Calvary, the grace of God is coming in search of you. அப்படிப்பட்டவர்கள் பாவம் செய்ய முடியாது. അങ്ങനെയുള്ളവർക്ക് പാപം ചെയ്യുവാൻ കഴിയില്ല. Such can come to sin no more. ഞാനോ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു. Because I am dead to sin. அப்ப எப்படி மனைவி புருஷன் ரெண்டு பேரும் சண்டை போட முடியும்? പിന്നെ എങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കും? If that being so, how can there be strife between the husband and the wife? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. ஞானஸ்நானம் எடுத்தேன் என்று சொல்லுவதல்ல முக்கியம். ഞാൻ ജലസ്നാനം സ്വീകരിച്ചെന്ന് പറയുന്നതിൽ കാര്യമില്ല. There's no meaning in claiming I have been baptized. ஞானஸ்நானம் எடுத்த பிறகு இந்நாள் வரைக்கும் பாபம் செய்யாமல் ஜீவிக்க தேவன் எனக்கு கிருபை செய்கிறார். ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ പാപം ചെയ്യാതെ ജീവിക്കാൻ ദൈവം എന്നോട് കൃപ കാണിച്ചു എന്നാണ് പറയേണ്ടത്. After having been baptized, so far the Lord has enabled me to accomplish an overcoming life. பாபத்துக்கு மரித்தேன் என்றும்
நீதிக்காக பிழைத்திருக்கிறேன் என்றும் எண்ணிக்கொள்ளுங்கள். പാപസംബന്ധമായി മരിച്ചെന്നും നീതിക്കായി ജീവിക്കുന്നുവെന്നും നിങ്ങളെ തന്നെ എണ്ണിക്കൊള്ളുവിൻ. Reckon yourself, you are dead to sin, remaining alive unto righteousness. மகிமைக்குள் பிரவேசித்த ஏசி அப்பச்சன் சொல்லுவார், മഹത്വത്തിൽ പ്രവേശിച്ചതായ നമ്മുടെ പ്രിയ ഏസിയപ്പച്ചൻ പറയാറുണ്ട്, Late in Lamenton, Pastor Yesu, who entered glory, would say, போது താൻ ഇതുപോലെയുള്ളതായ യോഗങ്ങളിൽ as he would conduct meetings, இதே கொட்டாரக்கர கன்வென்ஷன் அந்த வயலில் நடத்தும் போது അന്ന് ആ വയലിൽ കൊട്ടാരക്കര കൺവെൻഷൻ താൻ നടത്തുമ്പോൾ எங்க சொல்லு പുലമൺ புலமன் ஜங்ஷன் இந்த வயலில் പുലമൺ ജംഗ്ഷന്റെ ആ ഭാഗത്തുള്ള ആ വയലിൽ മീറ്റിംഗ് നടത്തുമ്പോൾ then the convention was conducted at the field at the Polomon தேவனுக்கு Junction. மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. 76ஆம் ஆண்டு அங்க புயல் அந்த കൺവെൻഷൻ നടത്തുമ്പോൾ 76ാമത്തെ ആണ്ടിൽ അവിടെ കൺവെൻഷൻ നടത്തുമ്പോൾ In 1976, when he was holding the convention മഴ day, പെയ്തു. അതിന്റെ പരിസരങ്ങളിലെല്ലാം നല്ല മഴ. the neighborhood torrential rain. എന്നാൽ அந்த വയലിൽ മഴയില്ല. പക്ഷേ ആ വയലിൽ മഴ പെയ്തില്ല. Interestingly, in that field, no rain at all. வெளியே வரும்போது പുറത്ത് വരുമ്പോൾ Once the meeting was over, அந்த ரோடுக்கும் വയലുக்கும் ഇടയിൽ ഒരു ചിന്ന തോടുണ്ട്. ആ റോഡിനും വയലിനും ഇടയിൽ ഒരു ചെറിയൊരു കൈത്തോടുണ്ട്. between the field and the road, there was a തണ്ണി stream ഒഴുകുന്നു. അതിൽ വെള്ളം നന്നായിട്ട് പാഞ്ഞൊഴുകുന്നു. that was overflowing. പരിശുദ്ധവാൻ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്ത ആവിശുദ്ധൻ കരമുയർത്തി സ്തോത്രം ചെയ്തു. The saint praised to God by ഉടനെ lifting മഴ his hand. മാറിവിട്ടത്. ഉടനെ മഴ നിന്നു. Suddenly, rain disappeared. அந்த പരിശുദ്ധവാൻ சொன்னார், ആ വിശുദ്ധൻ പറഞ്ഞു, The same saint said, പ്രിയമാനവர்களே, നാം ജ്ഞാനസ്നാനം എടുത്തവர்கள், പ്രിയരെ, നാം സ്നാനപ്പെട്ടവരാണ്. beloved ones, നാം we are പാപത്തിനു baptized. മരിത്തവர்கள். നാം പാപത്തിന് We മരിച്ചവരാണ്. are dead to sin. ஆனபடியால் நீங்கள் கரங்களை உயர்த்தி பாபத்துக்கு மரித்தேன், நீதிக்காக படுத்திருக்கிறேன் என்று 10 முறை சொல்லுங்க എന്നവർ சொல்லுவார். അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ആകയാൽ ഞാൻ പാപസമ്മതമായി മരിച്ചുവെന്നും നീതിക്കായി ജീവിച്ചുവെന്നും കരമുയർത്തി ഒരു 10 പ്രാവശ്യമെന്ന് പറയാമോ? Therefore, he asked the people to lift their hands by telling that I'm dead to sin and I'm remaining alive and righteousness 10 times. அறிக்கையிடும்போது നിങ്ങൾ ഇങ്ങനെ ഏറ്റുപറയുമ്പോൾ As you make such a confession, അതിനുടെ ജീവൻ ഉണ്ടാകും. അതിലെ ജീവൻ നിന്നിലേക്കുണ്ടാകും. life is generated therefrom, നീ പാപം ചെയ്യാமல் ജീവിക്കലാം. അപ്പോൾ നിനക്ക് പാപം ചെയ്യാതെ ഒരു ജീവിതം നയിക്കാം. whereby you can accomplish a life അപ്പോൾ നീ without committing ജയാളിയാക sin. മാറ്റപ്പെടലാം. അതിന്റെ ഫലമായി നീ ഒരു ജയാളിയായി തീരും. Whereupon you can become a conqueror. ജ്ഞാനസ്നാന സത്യത്തിൻപടി നാം ജീവിക്ക വേണ്ടും. അതുകൊണ്ട് നാം ജലസ്നാന സത്യപ്രകാരം ജീവിക്കാം. Therefore, we have to walk according to the doctrine of water baptism. இன்னைக்கு அநேகர் ஞானஸ்நான சத்தியத்தின்படி ஜீவிக்கிறதில்லை. ഇന്ന് പലരും ജലസ്നാന സത്യപ്രകാരമല്ല ജീവിക്കുന്നത്. Today, many people do not exercise this doctrine of water ചിലരെ baptism. பார்த்தால் இவன் രക്ഷിക്കപ്പെട്ടാലോ ഇല്ലയോ தெரியாது. ചിലരെ കണ്ടാൽ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് പോലും സംശയമാണ്. We cannot say on seeing the appearance of some people whether they are saved or not. തമിഴ്നാട്ടിൽ ഒരുവനെ பார்த்து நான் கேட்டேன், തമിഴ്നാട്ടിൽ ഒരാളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, In Tamil Nadu, I met a person and asked him, എടാ നീ പഴയ വിശ്വാസി, നീ രക്ഷിക്കപ്പെട്ടായോ? നീ ഒരു പഴയ വിശ്വാസിയാണ്, നീ മാനസാന്തരപ്പെട്ടതാണോ? you claim to be an Hey, old Pastor, believer, அப்படி have been சொல்றீங்க? saved. എന്താ ഭാഷ അങ്ങനെ പറഞ്ഞേ? Pastor, why should you ask so? இப்ப நீ எப்படி என்னோட பேசுனே? சத்தம் உயர்த்தி. அதுதான் ഇപ്പൊ നീ എന്നോട് സംസാരിച്ച രീതി കണ്ടില്ലേ? വല്ല ഒച്ചയിട്ട് അത് കണ്ടാൽ അറിയാം. What's the response now? You raised your volume. നിന്റെ That's why. വായിൽ പിറக்கிற വാർത്തകൾ എപ്പിടിപ്പെട്ട വാർത്തകൾ? നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ എങ്ങനെയുള്ളത്? What about the nature of the words coming out of your mouth? കൃപയുള്ള വാർത്തകൾ, കൃപയുള്ള വാക്കുകൾ, Full words of grace. മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള വാർത്തകൾ, മറ്റുള്ളവർക്ക് പ്രയോജനം വരുത്തുന്ന വാക്കുകൾ, Should be profitable to others. ഉയർപ്പിക്കും വാർത്തകൾ. ജീവിപ്പിക്കുന്ന വാക്കുകൾ. Should be quickening others. നാം ദേവജനം, നാം ദൈവജനമാണ്. We are the നാം people of ജയാളി, God. നാം ജയാളികൾ. We are നാം conquerors. ജ്ഞാനസ്നാനം എടുത്തവர்கள். നാം സ്നാനപ്പെട്ടവരാ. We have been நீங்கள் baptized. எப்படி பேசுகிறீர்கள்? നിങ്ങളുടെ സംസാരം എങ്ങനെ? What's the nature of your നാം conversation? ഉലകത്താരല്ല, നാം ലോകമനുഷ്യരല്ല. We are not of നാം the world. പാപികളല്ല. നാം പാപികളല്ല. We are not sinners. உன்னுடைய இருதயத்தின் எண்ணங்கள் எப்படி இருக்கிறதோ அப்படியே நீ காணப்படுவாய். നിന്റെ ഹൃദയ വിചാരങ്ങൾ എങ്ങനെയോ അതുപോലെ തന്നെയായിരിക്കും നീയും. As is the imagination of your heart, so shall you be. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ഒരു മനുഷ്യനെ തെരിയും ഈ റോഡിൽ. ഈ റോഡിലെ ഒരു വ്യക്തി എനിക്കറിയാം. To you, road, I know a person. അവർ നല്ല മനുഷ്യൻ. വളരെ നല്ലൊരു മനുഷ്യൻ. He was a gentleman. ஊழியத்துக்கெல்லாம் ரொம்ப உதவி செய்வார். വേലയ്ക്ക് വളരെ സഹായി. He used to be supportive to the ministry. ഒരു വ്യാപാരി, ഒരു കച്ചവടക്കാരൻ. A businessman. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. ஆனால் എന്നാൽ However, എന്നാ கோபம்.
ഭയങ്കര മുൻകോപം, What a wrath it is. കടശയിൽ അവരുടെ മരണം പരിതാപം. മരണം വളരെ ദയനീയമായി. Finally, he had the terrible end. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. നാം എപ്പടി മരിക്കണം? നമ്മൾ മരിക്കേണ്ടതെങ്ങനെ? How should we die? നീതിമാൻ സമാധാനത്തിൽ കടന്നു പോകുക. നീതിമാന്റെ അന്ത്യം അവൻ സമാധാനത്തോടുകൂടെ കടന്നു പോകുന്നു. The righteous passes away in peace. പാസ്റ്റർ യേശുപ്പച്ചൻ എപ്പടി മരിച്ചാർ? പാസ്റ്റേശ്യപ്പച്ചൻ എങ്ങനെയാണ് മരിച്ചത്? What about the end of Pastor AC? ഇതേ തിരുവല്ല വിശ്വാസ വീട്ടിൽ പേസിക്കൊണ്ടിരിക്കുമ്പോൾ തിരുവല്ല വിശ്വാസ ഭവനത്തിൽ മറ്റുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കവേ At the Tiruvalla Faith Home, as he was engaged in conversation with others, 1976 ജൂൺ മാസം 21 തീയതി തിങ്കക്കിഴമ മദ്യം 12:27 1976 ജൂൺ മാസം 21 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:27 1976 June, Monday, 12 o'clock. 12:30. പേസിക്കൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ When he was engaged in conversation, ഇതാ പാസ്റ്റർ പോൾ എന്നെ കൂപ്പിടുறாங்க. ഇതാ പാസ്റ്റർ പോൾ എന്നെ വിളിക്കുന്നു. behold, lo, Pastor Paul is there. He invites me. പോയിട്ട് താൻ പോയി. He passed away. ഇതാണ് പരിശുദ്ധവാന്കളിൻ മരണം. വിശുദ്ധന്മാരുടെ മരണം ഇങ്ങനെയാണ്. This is the end of the നിന്റെ saints. ജീവിതം എപ്പടിയോ അപ്പടിതാൻ ഉനക്കൊരു മുടിവുണ്ടാകും. നിന്റെ ജീവിതം ഏത് നിലയിലോ അതേ നിലയിൽ നിനക്കൊരു അവസാനമുണ്ടാകും. As is your life, so shall you meet an end. നീ ഒരു ജയാളിയാനാൽ നീ ഒരു ജയാളിയാണെങ്കിൽ If you become എந்த a conqueror, ശത്രുവും ഉന്നെ തൊട മുടിയാ. ഒരു ശത്രുവിനും നിന്നെ തൊടാൻ സാധ്യമല്ല. no enemy shall touch you, കാരണം നീ ശത്രുവെ ജയിത്ത. കാരണം ആ ശത്രുവിനെ നീ ജയിച്ചവനാണ്. because you conquered that enemy. യേശു ഉലകത്തെ ജയിത്ത. യേശു ലോകത്തെ ജയിച്ചു. Jesus overcame the world. സാത്താനെ ജയിത്ത. യേശു സത്താനെ He ജയിച്ചു. overcame the മരണത്തെയും devil. പാതാളത്തെയും ജയിത്ത. യേശു മരണത്തെയും പാതാളത്തെയും ജയിച്ചു. He overcame hell and death. അതിനാൽ താൻ മരണത്തെ പാർത്ത് പാതാളത്തെ പാർത്ത് എന്ന சொன்னார். അതുകൊണ്ടാണ് മരണത്തെയും പാതാളത്തെയും നോക്കിയിട്ട് എന്താണ് പറയുന്നത്? That's why looking into death ഏ and hell, മരണമേ what did he ഉൻ say? കൂർ എങ്കെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? Lord death, where is thy പാതാളമേ sting? ഉൻ ജയം എങ്കെ? പാതാളമേ നിന്റെ ജയം എവിടെ? Lord death, where is thy victory? അവർ മരണത്തെ ജയിത്ത. താൻ മരണത്തെ ജയിച്ചു. He overcame death. പാതാളത്തെ ജയിത്ത. പാതാളത്തെ യേശു ജയിച്ചു. He overcame hell. നാമും ജയിക്ക വേണ്ടും. നാമും ജയിക്കണം. We too must നാമും ജയിക്ക overcome. മുടിയും. നമുക്കും ജയിക്കാൻ കഴിയും. We too can നാം overcome. ഉലകം മാംസം പിശാച് മരണം പാതാളം 5 കാര്യങ്ങളെ ജയിക്കണം. ലോകം, ജഡം, സത്താൻ, മരണം, പാതാളം എന്നീ 5 കാര്യങ്ങളെ നാം ജയിക്കണം. We must overcome the world, the devil, the flesh, death and hell. ജയാളിയാകുമ്പടിക്ക് ദേവൻ നമ്മെ അழைത്താർ. ജയാളികളായി തീരുവാനാണ് നമ്മെ ദൈവം വിളിച്ചത്. God has called us to be conquerors. ഇനി കടേസിയാകും ഒടുവിലായി The final point is നമുക്കൊരു ജപജീവിയം തേവ. നമുക്കൊരു പ്രാർത്ഥനാ ജീവിതം വേണം. we must build up a life of prayer. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. ജപത്തിനാൽ എല്ലാവറ്റെയും ജയിക്കലാം. പ്രാർത്ഥനയാൽ സകലത്തെയും ജയിക്കാം. By prayer we can outdo everything. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to ഇനി God. എത്രയോ കുടുംബങ്ങളിൽ കുടുംബ ജപമില്ല. എത്രയോ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയില്ല. Today in many families there's no regular family തനിപ്പെട്ട prayer. ജപമില്ല. വ്യക്തിഗതമായ പ്രാർത്ഥനാനുഭവമില്ല. There's no personal prayer. യേശുപ്പച്ചൻ എങ്ങൾക്ക് இந்த ஊழியர்கள் കൂട്ടങ്ങൾ നടത്തുമ്പോൾ சொல்லுவார். യേശുപ്പച്ചൻ ഞങ്ങൾക്ക് ശുശ്രൂഷക സമ്മേളനം നടത്തുമ്പോൾ പറയാറുണ്ട്. At the time of conducting Oakers meeting, Pastor AC would say, நீங்க கன்வென்ஷன் பிரீச்சர்ஸ் தான். ശുശ്രൂഷകരെ നിങ്ങളെല്ലാം കൺവെൻഷൻ പ്രാസംഗികരാമാരാണ്. "Brother workers, you are going to be convention messengers. நல்ல கூட்டங்கள் நடத்துகிறாய். നിങ്ങൾ നന്നായി മീറ്റിംഗുകൾ നടത്തുന്നുണ്ട്. You are conducting meetings properly, பாடல்கள் பாடுகிறாய். നന്നായി പാട്ടുകൾ പാടും. singing songs sweetly, கர்த்தருக்காக அதிகமாக பாடுபடுகிறாய். കർത്താവിനായി അത്യധ്വാനം ചെയ്യുന്നവരാണ്. laboring for the sake of the name of God." കാരണം அந்த காலத்தில் ஊழியர்கள் ஒரு பைசா வேஸ்டாக்காமல் അതെല്ലാം ഊഴിയத்துக்கு ചെലവ് பண்ணுவார். ഇന്നത്തെ വേലക്കാർ ഒരു പൈസ പോലും പാഴാക്കാതെ എല്ലാം കർത്താവിന്റെ വേലയിൽ ചിലവിടും. In those days the workers did not waste any money. Everything is spent for the sake of the ministry. പാസ്റ്റർ ടി.ജി. ഡാനിയൽ ഒരു പാസ്റ്റർ ബോംബെയിൽ ശാന്തി നഗറിൽ ഇരുന്നാർ. പാസ്റ്റർ ടി.ജി. ഡാനിയൽ എന്നൊരു പാസ്റ്റർ മുംബൈയിൽ ശാന്തിനഗർ എന്ന സ്ഥലത്തുണ്ടായിരുന്നു. As a pastor in Pastor T. Daniel, he was at Shanti Nagar അവർ in ഇന്ന് Mumbai. കൊട്ടാരക്കരയിൽ ചേർന്നവർ. കൊട്ടാരക്കര സ്വദേശിയാണ്. He belonged to this part of the land. അവർ എങ്ക പോനാലും ലാൻഡ് വാങ്ങുവാർ, കഷ്ടപ്പെട്ട് വീട് കെട്ടുവാർ. താൻ എവിടെ പോയാലും വസ്തു വാങ്ങും, വളരെ പാടുപെട്ട് വീടുകൾ പണിയും. Wherever he would go, he would buy land, and with all effort he would build അങ്ങനെയുള്ള homes. മദർ സിസ്റ്റർ കരളിൻ, അവിടെയുള്ളതായ മദർ സിസ്റ്റർ കരോളിൻ ആയിരുന്നു. The then sister was Sister Caroline. ഇവർ ഇവളോവും പാടുപെടുகிறாർ. താൻ ഇത്രയും കഷ്ടപ്പെടുന്നല്ലോ. He labored to the core. சின்ன சூப்பு செய்யலாம் என்று சொல்லி கொஞ்சம் கரலும் கொஞ்சம்
ആടിന്റെ എലുമ്പെല്ലാം വാങ്ങിയിട്ട് വന്നു. താൻ ഇത്രയും കഷ്ടപ്പെടുന്നല്ലോ, ഒരല്പം സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരല്പം ആടിന്റെ കരളും അല്പം എല്ലും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു. In order to make soup, she bought a liver and the bone of the lamb. ഇവരത് പാത്താർ. താനത് കണ്ടു. Pastor watched it. മദർ എന്നാത്? മദറെ, അതെന്താ? He asked the mother what it is. The mother denied. ഒന്നുമില്ലെന്ന് പറഞ്ഞു. മദർ ഇങ്ങ വാങ്ങ്. മദർ ഇങ്ങോട്ട് വന്നേ. Mother, come here. എന്നാ വാങ്ങിട്ട് പോறீங்க? എന്താണിപ്പോൾ വാങ്ങിക്കൊണ്ടുപോയത്? What have you bought now? சொன்ன മദർ കാര്യം പറഞ്ഞു. Mother replied, அந்த காசு அல்ல அது கொண்டு கொடுத்து அந்த காசு வாங்கிட்டு வாங்க. ഇത് തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് ആ കാശ് കൊണ്ടുപോവാ. return this and get that money back. എനിക്ക് ഒരാൾക്ക് കൂലിക്ക് കൊടുക്കണം. ആ കാശുണ്ടെങ്കിൽ ഇന്ന് ഒരാളുടെ കൂലി കൊടുക്കാം. I have to clear the wages of a அந்த neighbor அளவுக்கு today. தங்களுடைய சரீரத்தை பாராமல் ஊழியம் செய்தார், பாடுபட்டார். തങ്ങളുടെ ശരീരസുഖം നോക്കാതെ അത്രമാത്രം കർത്താവിന്റെ വേലയിൽ അവർ അത്യധ്വാനം ചെയ്തു. Thus, without caring for the health, they அப்போ labored to the core. ஏசையப்பன் சொல்லுவார், അപ്പോൾ യേശുപ്പച്ചൻ പറയാറുണ്ട്, நீங்க Pastor Yesi used to இந்த say, அளவுக்கு பாடுபட்டு ஊழியம் செய்றீங்க, നിങ്ങൾ ഇത്രമാത്രം പാടുപെട്ടൊക്കെയാണ് വേല ചെയ്യുന്നത്. you are laboriously walking the vineyard of the Lord. ஆத்துமாக்களை சம்பாதிக்கிறீர்கள், ആത്മാക്കളെ നേടുന്നു. You are winning souls. ஞான ஸ்நானத்துக்கு ஆத்துமாக்கள் வருகிறார்கள், സ്നാനത്തിനായിട്ട് ആത്മാക്കൾ ധാരാളം വരുന്നുണ്ട്. Souls that come forward to get water கன்வென்ஷன் baptism. கூட்டங்கள் எல்லாம் நடத்துகிறீர்கள். കൺവെൻഷൻ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. You conduct convention meetings. அப்போதெல்லாம் ஒரு கன்வென்ஷன் எவ்வளவு பிரச்சனை செலவு. അന്ന് ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ അതിഭീമമായ ചിലവൊക്കെ ആയിരുന്നു. In those days, not to conduct a convention, the expense was இப்படி நீங்க gigantic. பாடுபட்டு கர்த்தருக்காக ஊழியம் செய்றீங்க. നിങ്ങൾ ഇങ്ങനെയൊക്കെ പാടുപെട്ടാണ് കർത്താവിന്റെ വേല ചെയ്യുന്നത്. With a great hardship, you are laboring for the ஆனா sake நான் of ஒரு the... காரியம் சொல்லுகிறேன், പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. Let me tell you one என்ன thing. காரியங்கள் நீ செய்தாலும், നിങ്ങൾ ഇത്രയൊക്കെ ചെയ്താലും, Even after doing all such things, உங்க தனிப்பட்ட வாழ்க்கையில் ஜெபஜீவியம், வசன வெளிப்படுத்தல், அபிஷேகம், കൽവാരി ധ്യാനം ശുദ്ധീകരിപ്പിരാവിട്ടാൽ, നിന്റെ രഹസ്യ ജീവിതത്തിൽ നിനക്ക് പ്രാർത്ഥനയും നിനക്ക് വചന വെളിപ്പാടും കാൽവറി ധ്യാനവും ശുദ്ധീകരണവും ഇല്ല എങ്കിൽ, in your personal life, if there is no prayer life, meditate on the word of God, ഈ on Calvary victorious പ്രയാസങ്ങളെല്ലാം life, വീഴ്ത്താം. ഇതൊന്നുമില്ല എങ്കിൽ നിന്റെ ഈ അധ്വാനമെല്ലാം വെറും പാഴ് തന്നെ. all these efforts will prove to be futile. ഞാൻ കേൾവിയെ കേൾக்கிறேன். ഞാൻ ചോദിക്കട്ടെ, Let me ask you, உங்களுடைய வீட்டில் நீங்க பல குடும்பங்கள் ஜெபம் வைக்கலாம், ஏரியா பிரேயருக்கு போகலாம், எல்லாம் செய்யலாம், எல்லா கூட்டங்களுக்கும் போறீங்க. നിങ്ങൾ പല യോഗങ്ങൾക്ക് പോയേക്കാം, ഏരിയ പ്രാർത്ഥനകളിലും മറ്റു പല കുടുംബ പ്രാർത്ഥനകൾക്കും പോയേക്കാം. you may conduct meetings at your home, visit area தனிப்பட்ட prayers and so முறையில் on. நீங்க தேவனோட ஐக்கியம் வைத்திருக்கிறீர்கள். നിന്റെ രഹസ്യ ജീവിതത്തിൽ ദൈവവുമായി വ്യക്തിപരമായ ബന്ധം നിനക്കുണ്ടോ? Do you maintain a personal fellowship with தனிப்பட்ட God? முறையில் மணிக்கூர் கணக்கு ஆவியில் நிரம்பி அந்நிய ഭാഷയിൽ பேசுறீங்களா? നീ വ്യക്തിപരമായി മണിക്കൂർ കണക്ക് ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ സംസാരിക്കുന്ന പതിവുണ്ടോ? Personally, for hours together, I get to fill with the Spirit of God and தனிப்பட்ட communing முறையில் with God. பைபிள் படித்து வெளிப்படுத்தலை பெற்று അത് ഉന്നോட வாழ்க்கைയിൽ കൊണ്ടുവന്ന് ഉള്ളാന മനസ്സിനെ ബലപ്പെടുത്തുകീர்களா? തനിച്ചിരുന്ന് നീ ബൈബിൾ വായിച്ച് വെളിപ്പാട് പ്രാപിച്ച് അത് നീ ധ്യാനിച്ച് നിന്റെ അകത്തെ മനുഷ്യനിൽ നീ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? Personally, do you read the Bible, get revelation therefrom, and get to strengthen the inner man? ഉன்னுடைய வாழ்க்கையில் பிரச்சனைகள் வரும்போது നീ തോറ്റു പോവാൻ. അങ്ങനെ നിനക്കൊരു അനുഭവം ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നീ പരാജയപ്പെടും. If not, when problems surround you, you will be defeated. പഴയ ഏർപ്പാട്ടിൽ രണ്ട് വിധ യുദ്ധങ്ങളുണ്ട്. പഴയ നിയമത്തിൽ രണ്ട് വിധ യുദ്ധങ്ങളുണ്ട്. Because in the Old Testament, we read about two kinds of battles. ഒന്ന് പൊതുവായ യുദ്ധങ്ങൾ, One is a common battle. രാജാവും സൈന്യാധിപരും മറ്റു പരാക്രമശാലികളും ചേർന്ന് യുദ്ധം ചെയ്യുവാർ. രാജാവും സേനാധിപതിയും യോദ്ധാക്കളെല്ലാം ചേർന്ന് യുദ്ധത്തിനായി പോകും. The king, the captain, the soldiers together go to do the battle. യുദ്ധത്തിൽ ജയിപ്പാർ. ആ യുദ്ധത്തിൽ അവർ ജയിക്കും. They will conquer. ഇനിയൊരു യുദ്ധമുണ്ട്, മറ്റൊരു യുദ്ധമുണ്ട്, There is another battle. ഗോലിയാത്തുമാകുള്ള യുദ്ധം. ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധം. Battle against Goliath. ഗോലിയാത്തുക്ക് എല്ലാരും പോക മുടിയാതെ. ഗോലിയാത്തിനോട് പൊരുതുവാൻ എല്ലാവരും ഒരുമിച്ച് പോകുന്നില്ല. All cannot challenge Goliath together. ഗോലിയാത്ത് சொல்லுகிறான், നിങ്ങൾ ഒരുവൻ വാ. ഗോലിയാത്ത് പറയുന്നു, നിങ്ങളിൽ ഒരുത്തനെ അയക്കുക. Goliath challenges, one among you, let him come. ഞാൻ ഇങ്ങ നിൽக்கிறேன்.
ഞാൻ ഇവിടെ നിൽക്കുന്നു, let me remain നമ്മൾ here. തമ്മിൽ യുദ്ധം ചെയ്യുவோம். അത് ഞാനും അവനും തമ്മിൽ യുദ്ധം ചെയ്യാം. Each other, let's fight. അഭിഷേകം பண்ணப்பட்ட സൗൽ നടുങ്ങി വിട്ടാൻ. അഭിഷിക്തനായിരുന്നുവെങ്കിലും ശൗൽ പേടിച്ചു വിറച്ചു. Even the anointed Saul is panic അവൻ stricken. പല യുദ്ധത്തിൽ ജയിച്ചവൻ താൻ. പല യുദ്ധങ്ങൾ ചെയ്ത് ജയിച്ചവനാണ്. He harvested victory in many a battle. വർഷക്കണക്കാக ആളുക ചെയ്തവൻ. വർഷക്കണക്കിന് രാജ്യഭരണം For നടത്തിയവനാണ്. years together he reigned the അനുഭവം country. ഉള്ളവൻ. അനുഭവം. പല അനുഭവങ്ങളുള്ളവൻ. One has got profound experience. ഗോലിയാത്തുമാകെ പോരാടുമ്പോൾ തോറ്റു പോന. എന്നാൽ ഗോലിയാത്തിന്റെ കാര്യത്തിൽ ഭയചകിതനായി. During the course of the battle against Goliath, he is defeated. ഗോലിയാത്ത് സൗൽ ജയിക്കാത്തപടിയാൽ ഈ ഗോലിയാത്തിനെ ശൗൽ കീഴടക്കാത്തത് കൊണ്ട് As Saul did not overcome Goliath, സൗലിന്റെ സിംഹാസനം ഇഴന്നു വിട്ടു. ശൗലിന് സിംഹാസനം നഷ്ടമായി. Saul forfeited his throne. എന്നാൽ ദാവീദ് ഗോലിയാത്തെ ജയിത്ത. ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചു. Interestingly, David prevailed this அந்த Goliath. സിംഹാസനം ദാവീദുക്ക് கிடைத்தது. സിംഹാസനം ദാവീദിന് ലഭിച്ചു. Therefore, he got the throne. നീ ഗോലിയാത്തെ ജയിത്താൽ ഉനക്ക് സിംഹാസനം. നീ ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തിയാൽ നിനക്ക് സിംഹാസനം. If he caught Goliath, he'll be given the throne. നീ ഗോലിയാത്തെ ജയിക്കാവിട്ടാൽ നീ ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തുന്നില്ല എങ്കിൽ Unless he conquered ഉനക്ക് Goliath, സിംഹാസനമില്ല. നിനക്ക് സിംഹാസനം you ഇല്ല. cannot be given the throne. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. തനിപ്പെട്ട ഉൻ வாழ்க்கையினால் ഗോലിയാത്തെ ജയിക്ക வேண்டும். നിന്റെ രഹസ്യ ജീവിതത്തിലൂടെ നീ ഗോലിയാത്തിനെ ജയിക്കണം. In your personal life, you must conquer തനിപ്പെട്ട Goliath. ജപം, നിന്റെ വ്യക്തിഗതമായ പ്രാർത്ഥന, Your personal prayer, തനിപ്പെട്ട അഭിഷേകം, നിന്റെ വ്യക്തിഗതമായ അഭിഷേകം, personal anointing, തനിപ്പെട്ട വേദവാസിത്തർ വെളിപ്പെടുത്തലെ പെറ്റുകൊള്ളുക. തനിച്ചിരുന്ന് ബൈബിൾ വായിച്ച് വെളിപ്പാടുകൾ പ്രാപിച്ചെടുക്കുക. personally reading the scripture, തനിപ്പെട്ട getting മുറയിൽ revelation, കൽവാരിയെ ധ്യാനിക്കുക. നീ വ്യക്തിഗതമായ നിലയിൽ കാൽവറിയെ ധ്യാനിക്കുക. personally meditating തനിപ്പെട്ട on Calvary, മുറയിൽ കണ്ണീർ വിട്ട് അരിക്ക പണ്ണുവത്. തനിച്ചിരുന്ന് കണ്ണുനീരൊഴുക്കി പാപങ്ങൾ ഏറ്റുപറയുക. remaining alone, എത്ര shedding പേർക്ക് tears, ഇത് അനുഭവം making confession of the sins. എത്ര പേർക്ക് ഈ അനുഭവങ്ങളുണ്ട്? How many have this അയാൾ experience, പലരും തോറ്റുപോകുകയും. ഇതില്ലാത്തത് കൊണ്ടാണ് പലരും തോൽക്കുന്നത്. without which many are defeated? നീ സൗലെ പോലെ പല യുദ്ധങ്ങൾ ജയിച്ചിരിക്കലാം. ശൗലിനെ പോലെ പല യുദ്ധങ്ങൾ ജയിച്ചവനായിരിക്കാം. Like Saul, he might have won many battles, ஆனால் ദാ ഗോലിയാത്ത് നിൽക്കറാൻ. എന്നാൽ ഇതാ ഗോലിയാത്ത് നിൽക്കുന്നു. however low, Goliath is standing before നിനക്ക് you. തനിപ്പെട്ട യുദ്ധമുണ്ട്. നിനക്ക് വ്യക്തിഗതമായ യുദ്ധങ്ങളുണ്ട്. You have to wage a ചില personal വ്യാധിയെ battle. നീ തനിപ്പെട്ട യുദ്ധത്തിൽ അന്ത വ്യാധിയെ ജയിക്ക വേണ്ടും. അത് ചില രോഗങ്ങൾ വരുമ്പോൾ നീ വ്യക്തിഗതമായ നിലയിൽ പൊരുതി അതിനെ കീഴടക്കണം. In the midst of sickness, with a personal prayer, you must conquer തനിപ്പെട്ട it. മുറയിൽ ചില പ്രശ്നങ്ങളെ നീ മേற்കൊള്ള വേണ്ടും. ചില പ്രശ്നങ്ങളെ വ്യക്തിപരമായ നിലയിൽ നീ അഭിമുഖീകരിച്ച് ജയിക്കണം. All by yourself, you have to encounter certain challenges and யாரும் outsmart எனக்கு them. உதவி செய்கிறதில்லை என்று நீ குறைவு சொல்ல முடியாது. എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് നീ ഒരിക്കലും ആവലാതി പറയരുത്. Don't grieve, there's nobody to help me. നീ തനിപ്പെട്ട മുറയിൽ ജയിക്കണം. നീ തന്നെ അതിനെ നേരിട്ട് ജയിക്കണം. All by yourself, encounter and conquer. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. ദേവനുക്ക് മഹിമ. ദൈവനാമം മഹത്വപ്പെടട്ടെ. Glory be to the name of God. അതിനാലത്താൽ തനിപ്പെട്ട ഒരു ജപ വാഴ്ക്ക നമുക്ക് തേവ. അതുകൊണ്ട് തന്നെയാണ് രഹസ്യമായ പ്രാർത്ഥനാ ജീവിതം ആവശ്യം. Therefore, we have to build up a personal அப்படிப்பட்ட prayer life. അനുഭവം ഇരുന്നാൽ നീ ഗോലിയാത്തെ ജയിച്ചാൽ ഇത്യാദി അനുഭവങ്ങൾ ഉണ്ടായാൽ നീ ഗോലിയാത്തിനെ ജയിച്ചു. If you have that experience, you can conquer നീ Goliath. എപ്പോഴും ദേവസിത്തം ചെയ്യ മുടിയും. നിനക്ക് സദാ ദൈവഹിതം ചെയ്യാം. Then always you can do the will of God. അപ്പോസ്തല നടപടികൾ 13-ാം അധികാരം 22-ാം വചനത്തെ വാസിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 13-ന്റെ വാക്യത്തിൽ Acts Apostles chapter 13 verse 22. ദാവീദോ എന്റെ ഹൃദയത്തിക്ക് ഏറ്റ മനുഷ്യൻ. ഞാൻ ഇശ്ശായിപുത്രനായ ദാവീദിനെ എന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷനായി കണ്ടു. David is after mine own heart. അവ എന്നോട് സിത്തത്തെ എല്ലാം ചെയ്യുക. അവൻ എന്റെ ഹിതമെല്ലാം നിവർത്തിക്കും. He shall fulfill all my will. അവൻ തനിപ്പെട്ട മുറയിൽ അവൻ എന്നോട് ജപിക്കിற പോരാടുகிறവൻ. അവൻ ഞാനുമായിട്ട് രഹസ്യബന്ധമുള്ളവനും പ്രാർത്ഥനയിൽ പോരാടുന്നവനുമാണ്. Personally, he is striving with me in prayer. യാക്കോബ് തനിപ്പെട്ട മുറയിൽ ദേവനോട് പോരാടി. യാക്കോബ് തനിയെ ഇരുന്ന് ദൈവത്തോട് മല്ലുപിടിച്ചു. Jacob remained alone. Personally, he was wrestling അന്ന with God. അനുഭവം നമുക്ക് തേവ. ഈ അനുഭവമെല്ലാം നമുക്ക് ആവശ്യം. We have to nurture that experience. ഇനി പല വിഷയങ്ങളുണ്ട്, പിറകു ഞാൻ ചിന്തിപ്പും. പല വിഷയങ്ങളുണ്ടെങ്കിലും നമ്മുടെ കണ്ണുകളെ സമയപരിധി Many to be added into. Let me speak later. Let's close our eyes. കണ്ണുകളെ അടയ്ക്കാം.
நாம் ஜெயாளியாகும்படி நாம் தேவன் நம்மை அழைத்தார். ജയാളികളായി തീരുമാനം നമ്മെ ദൈവം വിളിച്ചു. God has called us to be conquerors. ஆனபடியால் ஆவிக்கேற்றபடி நடந்து கொள்ளும். ആത്മാവിനെ അനുസരിച്ച് നടക്കാം. Therefore, let us walk according to the Spirit. அப்பொழுது மாம்ச இச்சையை நிறைவேற்றாமல் അങ്ങനെയെങ്കിൽ ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല. If so, we will not fulfill the lust ஞானஸ்நான of the flesh. சத்தியத்தின்படி ஜீவிக்க ஒப்பு கொடுங்கள். ജലസ്നാന സത്യപ്രകാരം ജീവിക്കാനായി നിങ്ങളെ ഏൽപ്പിക്കൂ. Surrender to follow the administration of water baptism. ஆவியினால் சரீரத்தின் செய்கைகளை அழிக்க ஒப்பு கொடுங்கள். ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാനായി സമർപ്പിക്കൂ. Surrender to destroy the works of the flesh by the Spirit. தனிப்பட்ட முறையில் ஆவியில் நிரம்புறவங்க ஜெபிக்கிறவங்க இருந்தா ஆவி நிரம்புங்க சொன்ன உடனே ஆவி நிரம்புவாங்க. രഹസ്യമായി അനുഭവം ഉണ്ട്. രഹസ്യമായി പ്രാർത്ഥിക്കുന്നവരും ആത്മാവിൽ നിറയുന്നവരും ഉണ്ടെങ്കിൽ ഇപ്പോൾ ആത്മാവിൽ നിറയൂ എന്ന് പറഞ്ഞാൽ അവർക്ക് അനുഭവമുള്ളത് കൊണ്ട് അവർ കാത്തു നിൽക്കാതെ ഉടനെ ആത്മാവിൽ നിറയും. If people who have the nature of praying personally get people in the Spirit personally, നാം by telling എല്ലാവരും this, ജയാളികളാകുമ്പടി ദേവൻ നമ്മെ അழைத்தார். നാം എല്ലാവരും ജയാളികളാകുവാൻ ദൈവം നമ്മെ വിളിച്ചു. God has called all of us to be conquerors. ജയം കൊള്ളുகிறோம். പൂർണ്ണ ജയം പ്രാപിക്കുന്നു. In everything we conquer. ജയാളികളെ ചേർക്കുമ്പടിயாக യേശു മഹിമയിൽ വെളിപ്പെടും. ജയാളികളെ ചേർക്കുവാൻ തേജസ്സിൽ യേശു വരുന്നു. Jesus is going to appear in glory to എഴുന്നേറ്റ് gather all the conquerors. ദയവായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Let's all stand.